അമ്മാബാദ്. ആദരണീയരായ ഉസ്താദന്മാര്, മറ്റു സ്നേഹനിധികളായ ശ്രോതാക്കളായ സഹോദര സഹോദരിമാര്, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, വെള്ളിയാഴ്ചയാണ്, ഖുതുബൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നാളത്തെ പോവൽ സുന്നത്താണ്. ഏതായാലും ഏതൊരു സക്കാഫി ഉസ്താദാണെന്ന് തോന്നുന്നു, സക്കാഫി വഞ്ഞിയൂര്, നമുക്ക് ദുആ ചെയ്തു തന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും കാലോചിതമായി പലവരും പല ജാതി തെറ്റുധാരണകളും സംശയങ്ങളും വെച്ച് നടക്കുന്ന ഒരു കാലമാണ്. പക്ഷേ അതിനൊക്കെയും നമ്മുടെ പൊതുപ്രസംഗങ്ങൾ നമുക്ക് പലപ്പോഴും ഉപകാരം ചെയ്യാറുണ്ട്. ആനുകാലികമായുള്ള തെറ്റുധാരണകളും സംശയങ്ങളൊക്കെയും നീങ്ങാൻ ഉപകരിക്കുന്ന നല്ല നല്ല പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് നമ്മുടെ ചെറുപ്പക്കാർ ക്വിസ് പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ പൂളക്കിഴങ്ങിന്റെയും നെല്ലിന്റെയും പത്തായമായ പാലക്കാട് ജില്ലയുടെ വിരുമാറിൽ നിന്ന് ഇന്ന് നമ്മുടെ സംശയങ്ങളും തെറ്റുധാരണകളൊക്കെയും ദൂരീകരിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളും ഉപദേശങ്ങളൊക്കെയും ഇന്ന് വൈകുന്നേരത്ത് നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതല്ല, നമ്മുടെ ദൈനംദിനം ജീവിതത്തിലുള്ള അമലുകളിലുള്ള സംശയങ്ങൾ പലവർക്കും. ഇപ്പോൾ ഒരു 2-3 ആൾക്കാർ നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടത് ചിലപ്പോൾ ഞാൻ വിചാരിക്കുമെന്ത് അതൊന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പറയുമ്പോ പലവരും പിന്നെ പറയും വളരെ ഉപകാരമായി. കേൾക്കുമ്പോ പലവർക്കും വിചാരിക്കുക അതൊക്കെ എന്താ നിക്കാലത്ത് പറയേണ്ട വിഷയങ്ങളാണോ? അല്ല. പക്ഷെ നമ്മൾ 5 വഖത്ത് നിസ്കാരം, അതിലൊരുപാട് സംശയങ്ങൾ. ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, രണ്ടാമത്തെ റക്അത്തയിക്കണ് നിസ്കാരത്തിന്റെ. അപ്പൊ എനിക്ക് രണ്ടാമത്തെ റക്അത്തിൽ ഒരു സംശയം. എന്താ സംശയം? ഒന്നാമത്തെ റക്അത്തിൽ ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലേ? പലർക്കും അങ്ങനെ നമ്മൾ സംശയങ്ങൾ വരാറുണ്ടല്ലോ. ചിലപ്പം സലാം വീട്ടി ഇങ്ങനെ ആയത്തിൽ കുറിച്ചൊക്കെ ഓതിങ്ങാ, ഞാൻ ഇപ്പൊ സലാം വീട്ടിയോ? ഞാൻ ഇപ്പൊ എന്റെ കാത്തിയത് സലാം വീട്ടിയോ? അതേമായി തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഇങ്ങനെ ഫാത്തിഹ ഓതുമ്പോ അല്ലെങ്കിൽ സൂറത്ത് ഓതുമ്പോ ഞാൻ ഇപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയോ? അപ്പൊ അയാളെ സംശയം എന്താണ്? ഇങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ അയാൾക്ക് സംശയം വരികയാണ്, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ, എന്നാലും ഒന്നാമത്തെ റക്അത്തിലേക്ക് മടങ്ങണോന്നാണ് ഇപ്പൊ സംശയം. രണ്ടാമത്തെ റക്അത്തിൽ സംശയം വരുന്നു. എന്താ സംശയം വരുന്നത്? ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയം. ചിലപ്പോ ഇങ്ങനെ സംശയം വരാറുണ്ട്, റുക്കൂഇലേക്ക് പോയാൽ ഞാൻ ഇപ്പൊ ഫാത്തിഹ ഓതിയോ ഇല്ലേ, അല്ലെങ്കിൽ ഞാൻ ഫാത്തിഹ പകുതി ഓതിക്കുന്നു, പക്ഷെ ബാക്കിപ്പോ ഞാൻ പൂർത്തിയാവാതെ പെട്ടെന്ന് ഓർമ്മയില്ലാതെ റുക്കൂഇലേക്ക് പോരുക ചെയ്തത്. അതല്ല, വലല്ലാലീൻ എത്തിയതിന്റെ ശേഷമാണ് റുക്കൂഇലേക്ക് പോകുന്നത്. ഇങ്ങനെ ഈ സംശയങ്ങളൊന്നും ഇപ്പൊ നമ്മുടെ ഈ പൊതുവായ ലൈവുകളെ കൊണ്ട് തീരൂല. അതപ്പൊ ഞാൻ ആകത്തുക പറഞ്ഞു കൊണ്ടുവരുന്നത് അല്ലേ? നിങ്ങൾക്ക് ഉറപ്പല്ലേ? നമുക്ക് വരുന്ന ലൈവുകളെ കൊണ്ട് വരുന്ന സംശയങ്ങളും തെറ്റുധാരണകളൊക്കെയും തീരാറുണ്ട്. ആനുകാലിക വിഷയത്തിലും സംഘടനാപരമായിട്ടുള്ള വിഷയത്തിലൊക്കെയുള്ള സംശയങ്ങളും തെറ്റുധാരണകളൊക്കെയും നമ്മുടെ പൊതു ലൈവുകളെ കൊണ്ട് പരിഹരിക്കാം. പക്ഷെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ റുക്കൂഇലേക്ക് പോയാൽ ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയം. ഒന്നാമത്തെ റക്അത്തിൽ ഞാൻ സുജൂദ് ചെയ്തോ ഇല്ലേ, അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ, അല്ലെങ്കിൽ ഇതിപ്പോ 3-ാമത്തെ റക്അത്താണോ 4-ാമത്തെ റക്അത്താണോ, അല്ലെങ്കിൽ ഞാൻ സലാം വീട്ടിയില്ലേ, അല്ലെങ്കിൽ ഞാൻ സുജൂദ് ചെയ്തപ്പോ കയ്യ് വെച്ചോ വെച്ചില്ലേ. ഇങ്ങനെ പല ജാതി നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നിസ്കാരത്തിലായി. പിന്നെ നോമ്പിന്റെ സംശയം ഇപ്പൊ നോമ്പിന്റെ കാലത്ത് പറയേണ്ടതാണ്. ഒരു മനുഷ്യൻ 5 വഖത്ത് നിസ്കാരം, അത് കറക്റ്റ് ആവണം മുഅ്മിനീങ്ങൾ. അപ്പൊ ഏതായാലും ആ സുഹൃത്തിന്റെ ഒരു ചോദ്യം, അങ്ങനെ പലവരും അത് സംബന്ധമായ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ
അവയവദാനത്തിന്റെ 4, 5, 6, 7 ഭാഗങ്ങൾ വിശദീകരിക്കാനുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് സമയം ലഭിക്കില്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. സ്ഥിരം ശ്രോതാക്കൾ ഇനി അതിന്റെ ബാക്കി തൊടമെന്ന് മാംസക്കഷ്ണത്തിങ്ങാണ്ട് മുഖത്തേക്ക് വെക്കുന്നതിന്റെ വിധി അറിഞ്ഞാൽ, കാരണം അതൊക്കെ കാലോചിതാണ്. അത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഏതായാലും അതിനേക്കാൾ ആവശ്യമുള്ള സംശയങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ. കാരണം അതൊക്കെ ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഉള്ള ആരോഗ്യവും ഉള്ള ശരീരവും മരണം വരെ ആഫിയത്തോടു കൂടെ രോഗങ്ങളില്ലാതെ അപകടങ്ങളില്ലാതെ നിലനിർത്തി മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പക്ഷെ ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ സംശയങ്ങളാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് ഇങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതോ ഇല്ലേ എന്ന് സംശയം. എപ്പോ? രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നതിനു ശേഷം. അപ്പൊ ഒന്നാമത്തെ റക്അത്തിലേക്ക് മടങ്ങണോ മടങ്ങണ്ടേ? മടങ്ങിയാലും ശരി മടങ്ങിയില്ലെങ്കിലും ശരി അവിടെ ഗീറ് ചേഞ്ച് ആയി കിട്ടൂല. അതപ്പൊ വിഷയം അവിടെ. എന്താ പറയാ, മൈക്കാവശ്യം മൈക്ക് കിട്ടിയാൽ കുഴപ്പമില്ല. എന്തിനാണ് സുഹൃത്തെ? അബൂഹന്ന MLP അബൂഹന്ന അല്ലെ? അബൂഹന്ന MLPക്ക് എന്തിനാ മൈക്ക? എന്തെങ്കിലും പ്രത്യേക വിഷയം പറയാനാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ ആ സുഹൃത്തിനെ പരിചയം? എന്താ ആ സുഹൃത്തിനെ മറ്റാർക്കും പരിചയമല്ല? നമ്മളെ സ്ഥിരം ശ്രോതാവൊക്കെയാണോ? എന്നാൽ ആരിപ്പോ ഞാൻ പറഞ്ഞൊരു കേൾക്കുന്നില്ല. ഉസ്താദ് തുടരൂ. ആ അബൂഹന്ന MLP മൈക്ക ചോദിക്കുന്നുണ്ട്. എന്താണ് ആവശ്യമെങ്കിൽ അറിയിച്ചാൽ ചിലപ്പോ എന്തെങ്കിലൊക്കെ പുതിയ ശ്രോതാവായിരിക്കും. നമ്മുടെ ക്ലാസ് റൂമിന്റെ ശിഷ്ടങ്ങളൊക്കെ അറിയാത്തവർ എന്താവട്ടെ. SSF പാലക്കാട്. മാഷാ അല്ലാഹ്. എന്തിനാ ഞങ്ങൾക്ക് മൈക്കേത്? അതായത് ഞാൻ ഇത് പറയാം. ഞാൻ വെള്ളിയാഴ്ചയാണ്, അധികം സമയം എടുക്കാൻ പറ്റൂല. ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ നോക്കാൻ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ വിഷയം എന്താണെന്ന് അറിയോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ജുമ സലാം വീട്ടിയതിന്റെ ശേഷം ചില സംശയങ്ങൾ അത് വന്നു. റബ്ബെ ഞാൻ ഇപ്പൊ ഫാത്തിഹ ഓതിയോ ഇല്ലേ? ഇനി ജുമ മടക്കി നിസ്കരിക്കാൻ പറ്റുമോ? ജുമ നമുക്ക് മടക്കി നിസ്കരിക്കാൻ പറ്റും. അതേതെങ്കിലും നിസ്കാരങ്ങളാണെങ്കിൽ മടക്കി നിസ്കരിക്കാം. അപ്പൊ അങ്ങനെ ജുമയിലൊക്കെ സംശയം വന്നാൽ ഇനി ജുമ മടക്കി നിസ്കരിക്കാൻ പറ്റൂല. പക്ഷെ സംശയത്തിന്റെ പേരിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത എത്രയോ സാധാരണക്കാരുണ്ട്. ഞാൻ ഈ സമയത്തുള്ള ക്ലാസ് കൊണ്ടൊക്കെ കൂടുതലും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരുപാട് സാധാരണക്കാരെ കരുതിയിട്ടാണ്. അല്ല ഉസ്താദന്മാരോടോ അല്ലെങ്കിൽ ഇതിനൊക്കെ വിശാലമായി പഠിച്ച മറ്റുള്ളവരോടോ അല്ല. ഏതായിരുന്നാലും ആ സാധാരണക്കാർക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഇതൊക്കെ തിരിയുന്ന ആൾക്കാർ സഹകരിക്കുമെന്ന പ്രതീക്ഷ ക്ലാസ് റൂമിൽ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനത്തെ വിഷയത്തിലേക്ക് കടക്കാൻ കാരണം. അപ്പൊ ഏതായാലും രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് ഒന്നാമത്തെ റക്അത്തിലേക്ക് മടങ്ങണമെങ്കിൽ എന്ത് വേണം? ഗീറ് ചേഞ്ചായി കിട്ടണം. അല്ലെ? മുമ്പിലേക്ക് പോകുന്ന ഒരു വണ്ടി ഇങ്ങനെ മുമ്പിലേക്ക് പോവുകയാണ്. അത് ബാക്കടിക്കണമെങ്കിൽ ഗീറ് ചേഞ്ച് ആക്കിയാലല്ലേ അത് ബാക്കടിക്കാൻ പറ്റുള്ളൂ. ആ മുമ്പിലേക്ക് പോകുന്ന വണ്ടിയുടെ ഗീറ് ചേഞ്ച് ആകുന്നില്ല എന്ന് വെക്കുക. തൽക്കാലം പിന്നിക്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ എന്ന മാതിരി ഇത് രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് ഒന്നാമത്തെ റക്അത്തിലേക്ക് ബാക്കടിക്കണമെങ്കിൽ ഗീറ് ചേഞ്ചായി കിട്ടണം. അത് നിസ്കാരത്തിൽ ആ ഗീറ് ചേഞ്ച് ആവൂല. പിന്നെ എന്താ ചെയ്യുക? അതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല അത്തരം സംശയങ്ങളൊക്കെയും തീർക്കാനുള്ള അവസരം നൽകുമാറാവട്ടെ. ഞാൻ ആദ്യമായി നമ്മൾ ഈ നിസ്കാരത്തിന്റെ കാര്യത്തില്, കാരണം നിസ്കാരം ഖളാ ആകുന്നവർ പലവരും പല രൂപത്തിലാണ്. ചിലോര് നിസ്കരിക്കാൻ താല്പര്യമില്ല, ചിലോര് കൽപ്പിച്ചുകൂട്ടി ഖളാ ആക്കുക, ചിലർക്ക് സമയം കിട്ടുന്നില്ല. അവരോടൊന്നും ഇപ്പൊ ഈ മസാലന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സാധാരണ നിസ്കരിക്കുന്നവരുടെ നിസ്കാരം തന്നെ മസാലകൾ അറിയാത്തതിന്റെ പേരിൽ ഖളാ ആയി പോവുക, ബാത്തിലായി പോവുക. 5 വഖത്ത് കറക്റ്റ് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെ പല വിഷയങ്ങളിലുമുള്ള പോരായ്മ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ ജമാഅത്തായി നിസ്കരിക്കുന്നൊക്കെ ആൾക്കാർ, സാധാരണക്കാർ, എത്ര ആൾക്കാരുടെ നിസ്കാരാണ് ബാത്തിലെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല, ആക്ഷേപിക്കല്ലോ. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. അതായത് പലവരും എന്ത് ചെയ്യും? ഈ ടൗണിലൊക്കെ ചെന്ന് നോക്കിയാൽ പല സ്ഥലങ്ങളിലും ഇമാമ റുക്കൂയിൽ നിന്ന് പൊന്താൻ ഉയരാൻ വേണ്ടി നിൽക്കുമ്പോ
പതന്നനെ ഓലുണ്ടാക്കിയിട്ട് അങ്ങോട്ട് പായാണ് സെഫിലേക്ക്. അത് പായാൻ പറ്റുമോ? എന്നിട്ട് ഇവൻ അല്ലാഹു അക്ബർ പറയുമ്പോഴേക്ക് ഇമാമി എഴുത്തിദാലിൽ എത്തിയിട്ടുണ്ടാവും. ഒതൊന്നും അറിയാതെ ഉണ്ടാവുകയാണ്, ഇവൻ റുക്കോയിലേക്ക് പോവുകയാണ്. ഇവിടെ ഇമാമിന്റെ ഒപ്പം ഒരു റക്അത്ത് കിട്ടണമെങ്കിൽ ഇമാമിന്റെ ഒപ്പം അക്കല്ലു റുക്കൂ എന്ന് പറഞ്ഞാൽ രണ്ട് ഉള്ളൻ കൈ മുത്തിൻ കാലിനോട് എത്തുന്ന രൂപത്തിലുള്ള കുനിയൽ, ഇതാണല്ലോ അക്കല്ലു റുക്കൂ. അതിൽ നിന്ന് ഉയരുന്നതിനു മുമ്പ് ഇമാമിന്റെ ഒപ്പം ഞാൻ റുക്കൂയിൽ പങ്കെടുത്തോന്നു ഒരു 90% ഇവനക്ക് ഉറപ്പ് വേണം. അപ്പലേ ആ റക്അത്ത് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ റക്അത്ത് അവനക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ നോക്കി, ചില ആൾക്കാർ വിവരമില്ലാതെ എന്ത് ചെയ്യും, ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് ഉയരുന്നത് കണ്ടിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ അത് മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തില. ഇമാമ് റുക്കൂയിൽ നിന്ന് ഉയർന്നിട്ട് ആ റുക്കൂ കിട്ടാതെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ റക്അത്തിലുള്ള വിധികളല്ല പറയുന്നത്. ഫസ്റ്റില് പിന്തി തുടരുന്നവന്റെ വിധിയാ പറയുന്നത്. അവിടെ ഇമാമ എഴുത്തിദാലിൽ എത്തിയാൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയപ്പോഴേക്ക് ഇമാം എഴുത്തിദാലിൽ എത്തി, അല്ലെങ്കിൽ അക്കല്ലു റുക്കൂഇന്റെ അളവും കഴിഞ്ഞ് ഇമാമ് പൊന്തി. എന്നാൽ ഇനി ഇമാമിന്റെ ഒപ്പം എഴുത്തിദാലിലാണ്ട് ചേരുക, ഈ റക്അത്ത് അവനിക്ക് പരിഗണിക്കൂല. കാരണം ഇമാമിന്റെ ഒപ്പം റുക്കൂ കിട്ടാത്തത് കൊണ്ട് ഈ റക്അത്ത് അവനിക്ക് പരിഗണിക്കൂല. അപ്പൊ അവൻ സലാം വീട്ടിയതിന്റെ ശേഷം ഈ 4 റക്അത്തുള്ള നിസ്കാരമായിരുന്നു. പക്ഷെ റുക്കൂ കിട്ടാത്തത് കൊണ്ട് റക്അത്ത് പരിഗണിക്കൂല. അപ്പൊ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം റക്അത്തും അത് നിസ്കരിക്കണം, അല്ലെങ്കിൽ ആ നിസ്കാരം ബാത്തിലാണ്. കാരണം 4 റക്അത്തുള്ള നിസ്കാരം ഇവൻ കോലത്തിൽ 4 റക്അത്ത് നിസ്കരിച്ചിരിക്കണമെങ്കിലും ജമാഅത്തിന്റെ നിബന്ധന പ്രകാരം ഇവൻ എത്രയെ നിസ്കരിച്ചിട്ടുള്ളൂ? 3 റക്അത്ത്. 4 റക്അത്തുള്ള ളുഹ്ർ 3 റക്അത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാകുമോ? ഇല്ല. എത്രയോ സാധാരണക്കാര് ജമാഅത്തിന്റെയും കാര്യത്തിൽ, പ്രത്യേകിച്ച് ഇമാമിന്റെ ഒപ്പം ഫാത്തിഹ ഓതുന്ന മസ്അലകളൊക്കെയും അറിയാത്തതിന്റെ പേരിൽ എത്രയോ ആളുകളുടെ നിസ്കാരം അങ്ങനെ ബാത്തിലാകുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതൊക്കെയും സാന്ദർഭികമായി എല്ലാം നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞ് കേട്ടിട്ട് പഠിക്കാനൊന്നും കൂടൂല. കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഇന്ന് കേൾക്കുന്നവർ ചിലപ്പോ നാളെ ഇതിന്റെ ബാക്കി പറയുമ്പോ കേൾക്കണില്ല. മറ്റന്നാള് ചിലപ്പോ ഇന്നും 4 കേട്ടോലും മറ്റന്നാൾ കേൾക്കണില്ല. കാരണം ഓരോരുത്തരും ഓരോ ജോലി ടൈമിലാണ്, പലവർക്കും പല തൊഴിലുകളുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബൈലക്സ് DC ആവലും അവർക്ക് ചിലവർക്ക് റേഞ്ച് കിട്ടായൊക്കെ. അപ്പൊ അവനവന്റെ നിസ്കാരവും കാര്യം അവനാ ശ്രദ്ധിക്കണം. നോക്കിങ്ങള്, എന്താ നിസ്കാരത്തിന്റെ ഗൗരവം? ചില്ലറ വിഷയ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ വിശദീകരിക്കുന്നു. അൻ അനസിൻ റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അന്നഹു ഖാൽ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ആഖിറു കലാമി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ സംസാരമായിരുന്നു, ഫീ ആഖിരി ലഹ്ലത്തിൻ, അവസാന സെക്കൻഡില്, മിൻ ഹയാത്തിഹി, റസൂലുള്ളാന്റെ ജീവിതത്തിൽ നിന്ന് അവസാനത്തെ സെക്കൻഡിൽ റസൂലുള്ള സംസാരിച്ചത്, അന്നഹു ഖാല, നിശ്ചയമായും നബി തങ്ങൾ പറഞ്ഞു, അസ്സലാ, നിസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അസ്സലാ, നിസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നോക്കി അതിന്റെ ഗൗരവം എത്രയായിരിക്കും, എത്രയായിരിക്കും അതിന്റെ ഗൗരവം? റസൂലുള്ള മരിക്കുന്ന ഫീ ആഖിരി ലഹ്ലത്തിൻ, അവസാന സെക്കൻഡിൽ നമ്മുടെ ആഗ്രഹം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനല്ലേ. നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലാഹുവേ എന്റെ അവസാന സെക്കൻഡിലെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലയാവണ്ടേ. നിങ്ങൾക്ക് അവിടെ ഇഷ്കാലുണ്ടാവും, വിശ്വാസപരമായി നിങ്ങൾക്ക് അവിടെ സംശയം വന്നേക്കാം. അപ്പൊ റസൂലുള്ളാഹിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണ്ടേ ഇരിക്കട്ടെ, അതാ ഇഷ്കാല്. നിങ്ങൾ ആ ഒരു ഇഷ്കാലാവണ്ട. പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കുക? റസൂലുള്ളാന്റെ അവസാനത്തെ സംസാരം അസ്സലാ, അസ്സലാ, നിസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണട്ടോ, നിസ്കാരം കൊണ്ട് നിങ്ങൾ കളിക്കരുതട്ടോ, നിസ്കാരങ്ങൾ തോന്നിയ മാതിരി കാക്കരുതട്ടോ. ഇതല്ല അതിന്റെ അർത്ഥം. ഇതല്ലേ അസ്വലാത്ത, അസ്വലാത്ത എന്ന് പറഞ്ഞാൽ നിസ്കാരം നിങ്ങൾ തോന്നിയ മാതിരി ചെയ്താൽ പോരാ, നിസ്കാരങ്ങൾ തോന്നിയ മാതിരി നിസ്കരിച്ചാൽ പോരാ. അത് കറക്റ്റാവണം മുഅ്മിനീങ്ങളെ. അത് കറക്റ്റാവാത്ത കാലത്തോളം ഒരു മനുഷ്യന് ദുന്യാവിലും രക്ഷയില്ല, ആഖിറത്തിലും രക്ഷയില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ വേറെ 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 കാര്യം മൊത്തം മരിക്കാൻ നേരത്ത് റസൂലുള്ള പറഞ്ഞത് 3 കാര്യം. ഒന്ന് നിസ്കാരം, രണ്ടാമത്തത് പറഞ്ഞു വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈകൾ മിൽക്കാക്കിയത് അഥവാ അടിമകൾ, ലാ തുകല്ലിഫൂഹും മാ ലാ യുതീഖൂൻ, അവർക്ക് ആവതില്ലാത്ത കാര്യം അടിമകളോട് കൽപ്പിക്കരുത്. എനിക്കൊരു അടിമ പെണ്ണുണ്ട്, അല്ലെങ്കിൽ ഒരു അടിമയായ പുരുഷനുണ്ട്, എന്റെ അടിമയാണെന്ന് മനസ്സിലാക്കി എന്തും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് അടിമകളോടും പറ്റില്ല, നമ്മുടെ ജീവികളോടും പറ്റില്ല. ചിലപ്പം പഴയ കാലത്തൊക്കെ ഇപ്പൊ എന്തോന്ന് അറിയില്ല, ഈ ഭാരം ചുമക്കാൻ കൈതകളെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെന്തോന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ, സുബ്ഹാനല്ലാഹ്, ചിലപ്പോ നമ്മുടെയൊക്കെ മനസ്സണ്ട് പൊട്ടിപ്പോകി തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെ പോലെ ഈ കാളവണ്ടി ഉണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ അത് വളരെ ചുരുങ്ങിക്കുന്നു. എന്നാലും ചിലപ്പം തിരുവമ്പാടി അങ്ങനത്തെ മേഖലയിലൊക്കെ ചെന്ന് നോക്കിയാൽ ചിലപ്പം കാളവണ്ടി കാണാൻ സാധ്യത ഉണ്ട്. ഏതോ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഇന്നും ലോഡ് ഒരു കടയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ലോഡ് കൊണ്ടുപോകുന്നത് വണ്ടിയിലല്ല. അണ്ണാച്ചികൾ മിക്കപ്പോഴും അതിന് ഉപയോഗിക്കുന്നത് കാളവണ്ടിയിലാണ്. നോക്കി, അമിതമായ ലോഡ് വെച്ചുകൊടുത്ത് ഈ കേറ്റത്തിലൊക്കെയും ഈ കാളകളെ തച്ച് അങ്ങോട്ട് വലിപ്പിക്കുകയാണ്. അത് മനുഷ്യരാണെങ്കിലും ജീവികളാണെങ്കിലും. അതുപോലെ തന്നെ ഒരു കൈതയെ ഭാരം ചുമക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് കൈതക്കാണെങ്കിലും, അത് മനുഷ്യ കൈതയാണെങ്കിലും മൃഗത്തിൽപ്പെട്ട കൈതയാണെങ്കിലും, ഏത് കൈതക്കും അത് വഹിക്കാൻ പറ്റിയൊരു ഭാരല്ലേ, അതേ നമ്മൾ ചെയ്യിപ്പിക്കാവൂ. അതിൽ അമിതമായി ചെയ്യിപ്പിക്കരുത്. അപ്പൊ വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈകൾ മിൽക്കാക്കിയതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. പിന്നെ മൂന്നാമതായി അള്ളാഹു പറഞ്ഞത് അല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണേ. സ്ത്രീകളുടെ കാര്യത്തിൽ, കാരണം ഒരു സൗവജത്തുക്ക പോലത്തെ അള്ളാഹുവിന്റെ കെലിമത്ത് കൊണ്ടാണ് അവരെ നമ്മൾ മിൽക്കാക്കിയത്. അവരുടെ ശരീരം നമ്മൾ മിൽക്കാക്കിയത് ഒരു സൗവജത്തുക്ക കൊണ്ടാണ്. നോക്കി, ഇന്ന് രാവിലെ 10 മണിക്ക് എന്റെ മകളെ ഞാൻ ഒരു പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. 10 മണിക്കാണ് ഞാൻ സൗവജത്തുക്ക അങ്കഹത്തുക്ക പറയുന്നത്. 10:01 ഞാൻ ഖബിൽത്തു എന്ന് എന്റെ മരുമകനായ ആ വ്യക്തി പുരുഷൻ ഖബിൽത്തു പറയുന്നതെങ്കിൽ 10 മണിക്ക് ഞാൻ സൗവജത്തുക്ക എന്ന വാക്ക് പറയുന്ന നേരത്ത് എന്റെ മകളുടെ ശരീരത്തിൽ തൊടാൻ ഈ പുരുഷൻ അധികാരമില്ല. അതിന്റെ ഗൗരവം ആലോചിച്ചോക്കാണി. 10 മണിക്ക് ഞാൻ നിക്കാഹിനിരിക്കാൻ എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന പുരുഷന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നു. 10 മണിക്ക് ഞാൻ സൗവജത്തുക്ക എന്ന വാക്ക് ഉച്ചരിക്കുന്നുള്ളൂ. പക്ഷെ അവൻ ഖബിൽത്തു പറയുന്നത് 10:01 എങ്കിൽ 10 മണിക്ക് എന്റെ ഭാര്യ ആ പെണ്ണിന്റെ ശരീരത്തിലൊന്ന് കയ്യുവെക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്, അധികാരമില്ല. നേരെ മറിച്ച് 10:01 ഖബിൽത്തു പറയലോടുകൂടെ ഈ പെണ്ണിവനിക്ക് ഹലാലായി. അതാണ് റസൂലുള്ള പറഞ്ഞ് ബിക്കലിമത്തില്ല, അള്ളാഹുവിന്റെ ഒരു കെലിമത്ത്, അതേതാ സൗവജത്തുക്ക അങ്കഹത്തുക്ക പോലത്തെ കെലിമത്ത്, ആ ഒരു വാക്ക് കൊണ്ടാണ് ആ പെണ്ണുങ്ങളെ നിങ്ങൾ അനുവദനീയമാക്കിയത്. അതുകൊണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നല്ലോണം അള്ളാനെ ഭയപ്പെടണം. നിങ്ങൾ വിചാരിച്ച മാതിരി അവരെ നന്നാക്കിയെടുക്കാൻ പറ്റൂല. അത് നമ്മൾ സാന്ദർഭികമായി ഒന്ന് അറിയേണ്ട ഒരു വിഷയമാണ്. നമ്മളെപ്പോഴും ഏത് ഉസ്താദുമാര് പ്രസംഗിക്കുമ്പോഴും സ്ത്രീകളെ പറ്റി ഇങ്ങനെ ഗൗരവം പറയും. സ്ത്രീകളെ ഔറത്ത് മറക്കണം, അവർക്ക് സെന്റ് ഉപയോഗിക്കാൻ പാടില്ല, അവർക്ക് ഭർത്താക്കന്മാരില്ലെങ്കിൽ മെയിലാഞ്ചി ഇടാൻ പാടില്ല, ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ നോമ്പൊലിക്കാൻ പാടില്ല, ഭർത്താവിനെ കാണുമ്പോ നീച്ചിക്കണം, ഭർത്താവ് വരുമ്പോ വായിലൊന്ന് നോക്കണം, ഭർത്താവ് വരുമ്പോ കുപ്പായക്കൊടുക്കിട്ട് കൊടുക്കണം. ഇതിങ്ങനെ നമ്മളെല്ലാരും പറയും. ഞാൻ അങ്ങനെ പല സ്ഥലത്തും പല ക്ലാസ്സിലും ചെന്ന് പ്രസംഗിച്ചപ്പോ ഒരിക്കൽ 2-3-4 ക്ലാസ്സിലൊക്കെ ഈ പെണ്ണുങ്ങളെ പറ്റിയുള്ള വയറിൽ മാത്രം ആയപ്പോ ഒരുത്തി ഒരു എഴുത്ത് കൊടുത്തയച്ചു, ഉസ്താദെ ഈ ആണുങ്ങളെ പറ്റിയുള്ള ആയത്തും ഹദീസൊന്നും എവരില്ലേന്ന് ചോദിച്ചു. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലത്. നമ്മൾ എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളെ ഗൗരവം, പെണ്ണുങ്ങളെ അങ്ങനത്തെ തമ്മാതിത്തരങ്ങൾ ചെയ്ത് അവരങ്ങനത്തെ വേഷം ധരിച്ച് ലോകാകെ വടക്കാക്കി അങ്ങത്താക്കി നാരിമാർ നാനും കൂനുങ്ങികൾ വിശ്വവീപത്തിനാരായ വേരുകൾ നേരോ ഒരു ചങ്ങമ്പുഴ കവി
മഹാകവി ചൊല്ലിയത് മാതിരി എല്ലാവർക്കും സ്ത്രീകളെ പറ്റിയിട്ടാ. ഓലൊക്കെ പോക്കാണ്, ഓല അങ്ങനെയാണ്, ഓൽക്ക് ഇങ്ങനെ, മറ്റേൽക്ക് മത്സ്യച്ചേൽക്ക് ഭർത്താക്കന്മാരനുസരിക്കുന്നതിന്റെ ഗൗരവവും കാര്യക്കും പറയും. അതിന് ഏതായാലും ആ സഹോദരിക്ക് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചാൽ മതി. ഇന്ത്യയൊക്കെ വന്ന അബദ്ധം തന്നെയാണ്. പിറ്റത്തെ ക്ലാസ്സിന് ശ്രദ്ധിക്കാൻ ആണുങ്ങളെ പറ്റിയിട്ടൊരു വയലാണ്ട് വാങ്ങി. പുരുഷന്മാരെ സംബന്ധിച്ച് റസൂലുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ ആ സ്ത്രീകളൊക്കെ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. ഇത്രയും കാലം ഈ ആയത്തും ഹദീസൊക്കെ എവിടെ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വെറും പുരുഷന്മാർക്ക് അങ്ങനെ അത്ര വലിയ ഗൗരവമൊന്നുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ആ ഇതിൽക്കൊരു സൂചനയാണ്. അല്ലാഹ ഫിന്നിസാ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണട്ടോ. ഇങ്ങളെയൊക്കെ എന്തെങ്കിലും സ്ത്രീകളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ, അവർക്ക് പഠിപ്പിക്കേണ്ട വിഷയത്തിൽ നിങ്ങൾക്ക് വീഴ്ച വന്നാൽ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം. അള്ളാഹുവിന്റെ ശിക്ഷക്ക് നിങ്ങൾ കാരണമാകും. ചിലർ ഭാര്യന്മാരോട് ചൂടാവുക. എന്താ അർത്ഥത്തിലാ നമ്മൾ ഈ ചൂടാവുന്നത്? എന്താ അർത്ഥത്തിലാ? നമ്മള് ഓല് കണ്ടറിഞ്ഞിട്ട് കയറി വന്നതാ. നമ്മളൊരു ഇസ്ലാമികമായി കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിയല്ലേ. നമ്മളത് ചൂടാവുമ്പോ അതിനനുസരിച്ച് ഭാര്യയും ചൂടാവുകയാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലൊക്കെ ചിലപ്പോ നമുക്കൊരു ചായ തന്നപ്പോ നമ്മൾ വിചാരിച്ച രൂപത്തിലുള്ള ചൂട് അതിലില്ല. എന്താ എനിക്കെന്താ ഇതൊന്നും ചൂടാക്കി തന്നൂരെ? ചിലപ്പം വിവരമില്ലാത്ത ബോധമില്ലാത്ത സ്ത്രീകൾ എന്ത് പറയും? വാനങ്കി അത് കുറിച്ചാലിന്നാണ്. ഈ വാനങ്കി അത് കുറിച്ചാലിന്ന് പറയുമ്പോ ഇത് ഭർത്താവിന് ചുണ്ടി കയറിയാണ് അല്ലേ. പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കണം. നേരെ മറിച്ചൊരു ബുദ്ധിയുള്ള ഒരു വിവേകമുള്ള ഭാര്യയാണെങ്കിൽ എന്റെ ഭർത്താവ് എത്ര ചൂടായാലും ഞാൻ അതിന് പ്രതികരിക്കില്ല, അല്ലെങ്കിൽ അവനെ തണുപ്പിക്കുന്ന വർത്തമാനങ്ങളെ ഞാൻ പറയുകയുള്ളൂ. അപ്പൊ ഭർത്താവ് പറഞ്ഞു ചായ ചൂടില്ല. ഉടനെ ഭാര്യ പറഞ്ഞു, എന്ത് പറഞ്ഞു? അത് വയനാട്ടിലെ ചായപ്പൊടിയെക്കാരെന്നാണ്. അത് വയനാട്ടിലെ ചായപ്പൊടി ആയപ്പോ തണുപ്പ് കൂടിയപ്പോ ചായന്റെ ചൂട് മാറിയതാണ് എന്നൊക്കെയും പറഞ്ഞു. ഒരു രസകരമായി മുന്നോട്ട് പോയില്ലെങ്കിൽ സ്ത്രീകളുടെ വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ് സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത്. ആ വളവ് നിർത്താൻ ഒരു പുരുഷൻ ശ്രമിച്ചാൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ വളരെ വ്യക്തമായി കാണാം, അത് തലാഖാണ്. അത് തലാഖിലെയാണ് കലാശിക്കൊള്ളൂ. കാരണം റസൂലുള്ള വളരെ വ്യക്തമായി പറയുന്നു, ഇന്നൽ മർഅത ഖുലിഖത മിൻ ളിലഇൻ ലൻ തസ്തഖീമ അലാ തരീഖത്തിൻ. പെണ്ണിനെ സൃഷ്ടിച്ചൊരു വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ്. അത് ചൊവ്വാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കൂല. നീ അവളിൽ സുഖിക്കാൻ ഉദ്ദേശിച്ചാൽ ആ വളവോട് കൂടെ നീ അത് സുഖിച്ചോ. നേരെ മറിച്ച് ആ പെണ്ണിന്റെ വളവ് തീർക്കാൻ നീ ശ്രദ്ധിച്ചാൽ ആ വളവ് പൊറ്റിപ്പോകുത്തോ. തലാഖുഹാ, ആ വളവ് നിർത്തൽ അത് തലാക്കിലാണ് കലാശിക്കേണ്ട വിഷയം, അതല്ല. അപ്പൊ ഏതായിരുന്നാലും 3 കാര്യം പ്രത്യേകം മരണസമയത്ത് റസൂലുള്ള ഒന്നുകൂടി ഈ സമുദായത്തെ ഉണർത്തിയിട്ടാണ് തന്റെ ഖബറിലേക്ക് പോയത്. അതിലാദ്യം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ ഒരു ദിവസത്തിൽ 5 വഖ്ത് നിസ്കാരം, അതിന്റെ മസ്അലകളും വിഷയങ്ങളും അറിയാതെ ഞാൻ നിസ്കരിച്ചാൽ നാളെ ആഖിറത്ത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ നിസ്കാരം ബാത്തിലായതായിട്ട്, അല്ലെങ്കിൽ നിസ്കാരം ഫസാദായതായിട്ട്, അല്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയിലായാൽ നമുക്ക് ആഖിറം രക്ഷപ്പെടുകയില്ല. അത് വല്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എപ്പോഴും നമുക്ക് നിസ്കാരത്തിന്റെ മസ്അലകളാണ് കൂടുതൽ പഠിക്കേണ്ടത്. ഹജ്ജ് ഇപ്പൊ നമ്മൾ പഠിക്കാനാണ്. ഹജ്ജിനുള്ള കാശൊക്കെ നമുക്ക് ലെവലായി ഹജ്ജ് നിർബന്ധമാകുന്ന അവസ്ഥ വന്നാൽ നമുക്ക് ഹജ്ജ് അപ്പ പഠിച്ചാൽ മതി. ഹജ്ജ് നല്ല ശ്രദ്ധിക്കണം. അത് 1-2 മസ്അല ഞാൻ പറയട്ടെ. ഓരോ മഹല്ലത്തിലും ഫിഖിന്റെ എല്ലാ മസ്അലകളും പഠിച്ച ഒരു വ്യക്തി ഉണ്ടാവൽ ഫർള് കിഫായാണ്. ഒരു രാജ്യത്ത് എല്ലാ മസ്അലയും ചോദിക്കുമ്പോഴേക്ക് ഉത്തരം കിട്ടാനല്ല,
അവനോട് ചോദിച്ചാൽ അന്നാട്ടിലെ ജനങ്ങൾക്ക് ആ വിഷയത്തിനൊരു പരിഹാരം കിട്ടും. ഓൻ കിതാബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ പറ്റാവുന്ന ഉസ്താദന്മാരോട് ചോദിച്ചിട്ടെങ്കിലും അതിന്റെ വിധി ആ നാട്ടിൽ പോകുമ്പോ അങ്ങനത്തെ പക്വതയിലെത്തിയ ഒരു പണ്ഡിതൻ ഒരു രാജ്യത്ത് വേണം, ഒരു മഹല്ലത്തിൽ വേണം. ഏത് ജോലിയും അറിയുന്ന ഓരോ ജോലിക്കാര് ഒരു മഹല്ലത്തിൽ വേണമെന്ന മസല അറിയോ. അതായത് തെങ്ങ് കയറാൻ അറിയുന്ന ഒരു മുസൽമാൻ ഒരു രാജ്യത്ത് വേണം. അത് ഫർള് കിഫയാണ്. ഖബർ കുഴിക്കാൻ പറ്റി അറിയുന്ന ഒരാൾ ഒരു രാജ്യത്ത് വേണം. അത് തൊഴിലിന്റെ വിഷയത്തിലും ഇൽമിന്റെ വിഷയത്തിലും അങ്ങനെയാണ്. നേരെ മറിച്ച് ഒരു രാജ്യത്തൊരൊറ്റ മൊയ്ലിയന്മാരില്ല നോക്കുക, അല്ലെങ്കിൽ വേണ്ടതുപോലെ വിഷയങ്ങൾ സാധാരണക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയില്ല എന്ന് വെക്കുക. ആ രാജ്യത്തെ എല്ലാ ജനങ്ങളും കുറ്റക്കാരാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇപ്പൊ സക്കാത്ത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സക്കാത്തിന്റെ മസല പലിശക്കൽ നിർബന്ധമില്ല. എപ്പോഴാ? പക്ഷെ അവനിക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ഒരു സാഹചര്യം വന്നു, ഓനൊരു കച്ചവടം തുടങ്ങാന്. അപ്പൊ അവൻ ആദ്യം എന്ത് പഠിക്കണം? ഈ കച്ചവടത്തിൽ പലിശ വരാതിരിക്കാനുള്ള ബിസിനസ്സുകൾ എന്തൊക്കെയാണ് നോക്കി നിങ്ങൾ. കൂട്ടത്തിൽ വിഷയം മാറിപ്പോകുകയല്ല, എല്ലാത്തിലേക്കും. ചിലപ്പോ രാവിലെ ഉള്ളവർ വൈകുന്നേരത്ത് ഉണ്ടാവൂല, വൈകുന്നേരത്തുള്ളവർ രാവിലെ ഉണ്ടാവൂല. എല്ലാ സമയത്തും ഉള്ളവരൊക്കെ പഴയ ശ്രദ്ധയിലേക്കൊന്ന് ക്ഷണിക്കാണ്. നമ്മളെ സമ്പാദ്യത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് ഗൾഫ് മേഖലയിലായാലും കേരളത്തിലായാലും ഷെയർ ബിസിനസ് ഒരു പരിപാടി ഉണ്ട്. നമ്മൾ കച്ചവടം തുടങ്ങുമ്പോ ഇത് അനിസ്ലാമികമാണോ ഇസ്ലാമികമാണോ, ഈ ഇടപാട് ഇസ്ലാമികമായി സഹീഹാണോ അല്ലേന്ന് അപ്പൊ പഠിക്കണം. അല്ല ഓൻ അങ്ങനെ ഒരു കച്ചവടം ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓൻ ഒരു കൂലിപ്പണിക്കാരനാണ്, അവനൊരു കൂലിപ്പണിക്കാരനാണ്. എന്നാ അവനോട് ഇപ്പൊ കച്ചവടത്തിന്റെ മസല ഒന്നും ഓൻ വലിച്ചോന്നില്ല. ഒരു കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താ ഇന്നത്തെ ഷെയർ ബിസിനസ്? 1,00,000 റുപ്യ ഞാൻ തിരുവമ്പാടി ഒരു മൊബൈലിന്റെ കട തുടങ്ങാൻ തീരുമാനിച്ചു. ഞാനിപ്പോ ഒരു തിരുവമ്പാടി എന്നൊരു കച്ചവടക്കാരൻ നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഒരു കാരണവരും അധിമിനിമാരുടെ കൂട്ടത്തിലെ ഒരു കാരണവരും ഒരു കച്ചവടക്കാരനും എന്ന നിലക്ക് മൂപ്പരുടെ പേര് പറഞ്ഞതാ. ഞാനെങ്കിൽ നിങ്ങളാരും പേര് പറഞ്ഞത് നമുക്ക് വിരോധമൊന്നുമില്ല. ഏതൊരിക്കൽ തിരുവമ്പാടി ഒരു മൊബൈൽ കട, നല്ല ശ്രദ്ധിക്കണം. ഞാൻ അത് 5 മിനിറ്റ് നമ്മൾ ഇനി വൈകുന്നേരത്ത് അങ്ങനെ സാമ്പത്തികത്തിന്റെ മസല പറയുമ്പോ കേൾക്കാത്തവർ രാവിലെ എന്തെങ്കിലും അവരൊന്ന് ശ്രദ്ധിക്കട്ടെ. അപ്പൊ തിരുവമ്പാടി ഒരു 3 ലക്ഷത്തിൽ ഉറുപ്പ്യ ചെലവാക്കിയിട്ട് വലിയൊരു മൊബൈൽ കട തുടങ്ങുക. റീചാർജ് കൂപ്പനും മൊബൈലിന്റെ കേസ് വിക്കലും കവർ വിക്കലും അല്ല. അപ്പൊ തിരുവമ്പാടി എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാമോ, നിങ്ങൾ പങ്കു ചേരുന്നുണ്ട്. എന്നപ്പൊ എന്താ ഇന്ന് പങ്കു ചേരല്? 2 ലക്ഷം രൂപ എന്റെയൊക്കെ ഉണ്ട്. 1 ലക്ഷം അബുറയ്യാൻ നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം തരാം, എന്നിട്ട് എന്ത് ചെയ്യുന്നു? 2 ലക്ഷം രൂപ തിരുവമ്പാടി എടുത്ത് 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കുക. ഞാൻ പൈസ കൊടുക്കുമ്പോ എന്താണ് പറയുന്നത്? അല്ലാണ്ട് മാസത്തിൽ 2000 രൂപ തരാനാണ്. തിരുവമ്പാടി പറഞ്ഞ 1 ലക്ഷം രൂപ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ തരികയാണെങ്കിൽ മാസം 2000 തരാം. ഇന്നത്തെ വല്ല കാരണവശാലും ഈ ബിസിനസ് പൊലിയുകയാണ്, ഈ ബിസിനസ് തകരുകയാണ്, എന്റെ 1 ലക്ഷം രൂപ തിരിച്ചു വരും വേണം. ഇതിന്റെ പേരാണ് പലിശ. ഇത് ഷെയർ ബിസിനസ് അല്ല, ഇതിന്റെ പേര് പലിശാനാണ്. നമ്മൾ 1 ലക്ഷം രൂപ കൊടുക്കുക, മാസം 2000 രൂപ എനിക്ക് തരണം, അല്ലെങ്കിൽ 2500 രൂപ. അവർ തിരുവമ്പാടിയിൽ തുടങ്ങിയ മൊബൈൽ ഷോപ്പില് കച്ചവടം നടന്നാലും ശരി കച്ചവടം നടന്നില്ലെങ്കിലും ശരി എനിക്ക് 2500 രൂപ മാസം തരണം. ഇത് പലിശന്. ഞാൻ ഇന്ന് ലൈവുണ്ട് ഉച്ചന്റെ ശേഷം പാലക്കാട് ജില്ലയിൽ നിന്ന് സുന്നി ആദർശ സമ്മേളനം ഇന്ന് വൈകുന്നേരം ചെറുപ്പശ്ശേരി ലൈവുണ്ട്. ചിലപ്പോ പുതിയ ശ്രോതാവാണെങ്കിൽ ലൈവുള്ള വിവരം മൂപ്പ അറിഞ്ഞോട്ടെ. അപ്പൊ ഏതായാലും നമ്മളെന്ത് ചെയ്യാൻ, ചിലപ്പം തിരുവമ്പാടിക്ക് 2500 പോയിട്ട് 1500 രൂപയുടെ കച്ചവടം ചിലപ്പോ ഒരു മാസം കിട്ടിയിട്ടുണ്ടാവൂല. ആ കിട്ടാത്ത കാരണം തിരുവമ്പാടി മുമ്പൊക്കെ വയ്ക്കണ് ഇവിടെ കച്ചവടം നടക്കണ്ടേ, മൂപ്പതാക്കണ് മക്കത്താ. പക്ഷെ തിരുവമ്പാടി മക്കത്തോ മദീനത്തോ കായ് കൊടുത്തപ്പോ ഞാൻ ചിന്തിക്കുന്നുണ്ട്, നിക്ക് മാസം തരുമ്പോ 2500 രൂപ എത്താണ്. അവസാനം കച്ചവടം നടന്നാലും ശരി നടന്നില്ലെങ്കിലും ശരി എന്ത് ചെയ്യാണ്? തിരുവമ്പാടിയുടെ സ്വന്തം കീശേന് കാസ് കിട്ടുങ്ങാണ്ടി എനിക്ക് 2500 രൂപ തരാണ്. ഇത് പലിശന്. ഇനി കച്ചവടം പൊലിഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ലക്ഷം രൂപ ഞാൻ തിരിച്ചു വാങ്ങും ചെയ്യുന്നു. അതല്ല ഷെയർ ബിസിനസ്. ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞാൽ കച്ചവടം തുടങ്ങാൻ ഒരു പങ്ക് കൊടുത്തു, 3 ഭാഗം. അത് 2 ഭാഗം ഒരാളെടുത്തു, 1 ഭാഗം ഞാനൊടുത്തു. എന്നിട്ട് ആകെ കിട്ടുന്ന ലാഭം അത് 3 ഒരിക്കുക. 2 ഒരി അയാളെടുത്തു, 1 ഒരിക്കും തന്നു. അത് ചിലപ്പോ 500 ആവാം,
1000 ആവാം, മാസം 10,000 ആവാം. എത്ര കച്ചവടം കിട്ടി ചെലവഴിച്ച് ബാക്കിയുള്ളത് ലാഭം ഓരി വെക്കുന്നു. അത് അവനവനാൻ ചേർന്ന പങ്കിനനുസരിച്ച് അത് ഓരി വെക്കുന്നു. ഇനി വല്ല കാരണവശാൽ ഈ കച്ചവടം അത് പൊളിഞ്ഞു, ഒരു നിലക്കും ആ ബിസിനസ് ആകെ തകർന്ന് തരിപ്പനായി, 1 ലക്ഷം പോയി. അഞ്ച കച്ചവടം പൊളിഞ്ഞാലും ശരി പൊളിഞ്ഞില്ലെങ്കിലും ശരി 5 ലക്ഷം ഉറുപ്പ്യ കിട്ടണമെന്ന് അപ്പൊ നമ്മൾ പലരും പറഞ്ഞത്. എന്താ നിങ്ങൾ നോക്കി? അപ്പൊ ഒരു ബിസിനസ് തുടങ്ങുമ്പോ നമ്മൾ ആലോചിക്കണ്ടേ, ഏതൊക്കെയാണ് ഒരു ബിസിനസ്സിൽ എനിക്ക് അനുവദനീയമായ രൂപം, എനിക്ക് വിൽക്കാൻ പറ്റിയ രൂപം ഏതാണ്, ഞാനൊരു ഷെയർ ബിസിനസ്സിൽ പങ്കുചേരുന്നു, അവിടെയുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്. ഇപ്പൊ എന്തായി, ഞാൻ പലിശക്ക് വാങ്ങുന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ പലിശക്ക് വാങ്ങുന്നവനുമായി തിരുവമ്പാടി പലിശക്ക് കൊടുക്കുന്നവനുമായി. ശ്രദ്ധിക്കേ, ഇപ്പൊ എന്തായി? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുതുന്നവനും സാക്ഷി നിൽക്കുന്നവനും വഹും സവാ, എല്ലാവരും ശിക്ഷന്റെ വിഷയത്തില് സമ. ഇപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ കേരളത്തിലും പല സ്ഥലത്തും നടക്കുന്ന ഈ ഷെയർ ബിസിനസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടോ? അത് വാങ്ങുന്നവൻ പലിശ വാങ്ങുന്നു, ലാഭമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നവൻ യഥാർത്ഥത്തിൽ ലാഭമല്ല കൊടുക്കുന്നത്, അത് പലിശയാകുന്നു. ഇനി അല്ല ഉസ്താദെ, തിരുവമ്പാടിക്ക് 15,000 മാസം വരുമാനമുണ്ട്, ഔറത്ത് മറയാതെ ഒലു, അങ്ങനെ വരത്തെ ചോദ്യം. അതൊക്കെയാണ് ചോദ്യം, ഇപ്പത്തെ ചോദ്യത്തിൽ വിഷയം. ഔറത്ത് മറയാതെ ഒലു എടുത്താൽ ശരിയാകുമോ? ഏതായാലും അതിന് ഉത്തരാണ്ട് പറയാം. തൂണി പച്ച കഴിച്ചിട്ട് ഒലുണ്ടാക്കി നോക്കുക. ഇപ്പൊ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനല്ല, ഒലുണ്ടാക്കുന്ന സമയത്ത് ഔറത്ത് മറക്കുക, കിബിലക്ക് മുന്നിടുക, അതൊക്കെ വളരെ സുന്നത്താ. പക്ഷെ വളരെ സാധാരണക്കാരുടെ ഇടയിലുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലുള്ള ഒരു സംശയമാണ്, ഔറത്ത് മറക്കാതെ ഒലുണ്ടാക്കിയ ഒലു സഹിയാവൂലാണ്. അങ്ങനെ ഒരു മസ്അല ഫിഖിന്റെ കിതാബിലില്ല. ഞാനത് പറയാൻ കാരണം മസ്അല നമ്മൾ മസ്അലയായിട്ട് മനസ്സിലാക്കണം. ഒരാള് യാദൃശികമായി ഔറത്ത് മറക്കാതെ ഒലുണ്ടാക്കി, അപ്പൊ വേറെ ആള് പറഞ്ഞ എന്റെ ഒലു സഹിയായിട്ടില്ല, കാരണം ഔറത്ത് മറക്കാതെ ഒലുണ്ടാക്കിയത് പറഞ്ഞാൽ ഈ വ്യക്തി വീണ്ടും വള്ളമില്ലാത്ത കാലത്ത് രണ്ടാമത് പിന്നെന്താക്കും? ഒലുണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഒലുണ്ടാക്കാൻ വള്ളം കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാ, ഉണ്ടാക്കിയ ഒലു ഔറത്ത് മറക്കാത്തതുകൊണ്ട് സഹിയല്ല എന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ആ സുഹൃത്തിനോട് പറയുന്നു, ഔറത്തിനല്ല, ഓം ഉതുതുനിക്കും മറുതുനിയില്ലാതെ അരയിലെ അരനാചരതില്ല എന്ന് വെക്കുക. ചിലപ്പോ തുണി ബാക്കിയിൽ ഔറത്തൊക്കെ അവിടെ നിൽക്കട്ടെ. ഔറത്തിനാണിപ്പോ ഔറത്ത് മറക്കാതെ എന്നതുകൊണ്ട് അത് ഒന്ന് കാലിന്റെ മുത്തൊക്കെ ഒന്ന് കയറ്റിവെച്ച്, അതായത് ഇപ്പൊ നമ്മൾ ചിലവരൊക്കെ എന്ത് ചെയ്യും, നനയെന്താന്ന് വിചാരിച്ച് തുണിയൊക്കെ നല്ലോണം ഒന്ന് കയറ്റി പൊളിച്ചു. അപ്പൊ അതല്ല, ഒരു അരയിൽ അരനാചരടില്ല, ആ നിലക്കാണ് ഒരാൾ ഒലുണ്ടാക്കിയത്. ഒലൂന്നൊരു കുഴപ്പമില്ല, പക്ഷെ ഓനതൊരു അദബ് പാലിച്ചില്ല, അത് വേറെ വിഷയം. ഒലൂന് യാതൊരു കുഴപ്പം ഇല്ല. അപ്പൊ നമ്മുടെ മസലക്ക് ഇപ്പൊ മാറും. ബക്കറ്റ് വെള്ളം പിടിച്ചു കുളിച്ചാൽ വലിയ ശുദ്ധയാകുമോ? അതാ പ്രിയമാന 100% സാക്ഷര കേരളത്തിലെ ആൾക്കാരപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് പേച്ചതേക്കാണ്, ടൈപ്പ് ചെയ്യാണ്. ചോദ്യം മനസ്സിലായില്ല അബീബെ? ബക്കറ്റ് വെള്ളം പിടിച്ചു കുളിച്ചാൽ വലിയ ശുദ്ധയാകുമോ? ഇങ്ങനെ ചോദ്യം മനസ്സിലായ സമയം ഉണ്ടെങ്കിൽ മൈക്കെടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ വ്യക്തമായി തിരിയുന്ന രൂപത്തിൽ ടൈപ്പ് ചെയ്യുക. ഏതോ ഇരിക്കട്ടെ. അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഇപ്പൊ അവരൊന്നുമല്ല വിഷയം, നമ്മൾ പഠിക്കേണ്ട നിസ്കാരത്തിന്റെ മസല. അപ്പൊ ബിസിനസ് തുടങ്ങുമ്പോ അത് ശ്രദ്ധിക്കുക. സക്കാത്തിന്റെ പിന്നെ അങ്ങനെ ബിസിനസ് തുടങ്ങി, അപ്പോൾ സക്കാത്ത് പഠിക്കണ്ട. അപ്പോൾ സാധാരണക്കാരൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ സക്കാത്ത് പഠിക്കണ്ട. കൊല്ലം തികയാറായാൽ, ഓൻ തുടങ്ങിയ കച്ചവടത്തിന്റെ കൊല്ലം തികയാറാകുമ്പോ ഇത് കൊല്ലം തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കും. അപ്പൊ ഇംഗ്ലീഷ് മാസം കൊണ്ടാണോ കൊല്ലം തികച്ചിൽ കൂട്ടുക, അറബി മാസം കൊണ്ടാണോ കൊല്ലം തികച്ചിൽ കൂട്ടുക? അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വില കണക്കാക്കേണ്ടത്? സാധാരണ വിൽക്കുന്ന വിലയാണോ കണക്കാക്കേണ്ടത്? ഹോൾസെയിൽ വിലയാണോ കണക്കാക്കേണ്ടത്? റീറ്റെയിൽ വിലയാണോ കണക്കാക്കേണ്ടത്? മാർക്കറ്റ് വിലയാണോ കണക്കാക്കേണ്ടത്? ഇതൊക്കെ അവൻ ചോദിച്ചു മനസ്സിലാക്കണം, അത് കൊല്ലം തികയാറാകുമ്പോൾ. അപ്പൊ ഞാൻ പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് സക്കാത്തായാലും നോമ്പായാലും ഹജ്ജായാലും ഇതൊക്കെ ബിസിനസ് ആയാലും തലാക്കായി അല്ലെങ്കിൽ നിക്കാഹായി, നിക്കാഹിന് ഒരുങ്ങുമ്പോ നിക്കാഹിന്റെ ശാസ്ത്രം പാടും മര്യാദകളൊക്കെ മനസ്സിലാക്കി വെക്കണം. നിസ്കാരം എന്നാൽ അങ്ങനെയല്ല. നിസ്കാരം ഒരു ദിവസം 5 വഖ്ത്, അത് ബുദ്ധിയുള്ള കാലത്തോളം. കയ്യും കാലും വേണ്ട ഒരാൾക്ക്, നിസ്കരിക്കാൻ കയ്യും കാലും വേണ്ട ഒരാൾക്ക്, നിസ്കരിക്കാൻ മൂക്ക് വേണ്ട, കണ്ണില്ല, ചെവില്ല, പല്ലില്ല, നാവില്ല, തലച്ചോറിന് വേണ്ടതുപോലെ വളർച്ചയില്ല,
കിഡ്നി ഇല്ല, കരളില്ല, ലിവറില്ല, ഓൻക്കൊക്കെ നിൽക്കാൻ നിർബന്ധാലോ. നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാണത്. നിൽക്കാതെ നിർബന്ധാവാൻ ആകെ ആവശ്യം ബുദ്ധിയാണ്. ഒരാളെ 2 കൈയില്ല, 2 കാലില്ല, അവന്റെ കിഡ്നി 2 പച്ചപ്പയിക്കിന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അവന്റെ ലിവർ വയ്ക്കിന്, കൊതലക്കും പച്ചപ്പയിക്കിന്. ബുദ്ധി അവന്റെ ശരീരത്തിലുണ്ടോ? നിസ്കാര നിർബന്ധ. അതല്ലേ നിസ്കാരത്തിന്റെ ഗൗരവം. അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന്റെ എല്ലാ മസ്അലയും എപ്പോഴും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇമാമായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി മഅ്മൂമായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒക്കെ ഉണ്ട്. ഞാൻ കൂട്ടത്തിൽ മഅ്മൂമായി ശ്രദ്ധിക്കുമ്പോൾ നിസ്കരിക്കേണ്ട ഒരു ഉദാഹരണം പറയാട്ടോ. ഒറ്റ ഉദാഹരണം. ചിലപ്പം കാണാം ഇമാമ് സഹുവിന്റെ 2 സുജൂദ് ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കണം. ഇമാമ് സഹുവിന്റെ, നമ്മുടെ കാഴ്ചയിൽ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ട ഒരു കാരണവും ഇമാമിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. പല സാധാരണക്കാരും ഇങ്ങനെ വിചാരിക്കും അത് ഇമാമിന്റെയൊക്കെ പേച്ചതാണ്. ഇമാമ് കുനൂത്ത് ഓതിക്കണ്, ആദിക്കത്തെ അത്തഹിയാത്ത് ഓതിക്കണ്, ഇമാമ എല്ലാം ചെയ്തിക്കണല്ലോ. പിന്നെ എന്തിച്ചിട്ട് ഏതായാലും പോകുന്നില്ല എന്നുള്ള ഒരു ബലം പൂത്തത്തിൽ ഓൻ അത്തഹിയാത്തിൽ അവതരിക്കും. അപ്പൊ ഇങ്ങേപോത്തിരിക്കുന്ന ആള് ഇടങ്കണ്ണ് നോക്കിയിട്ട് ഇജ്ജ് പോകുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല എന്ന് പറയും. അപ്പൊ അതിന്റെ അങ്ങേപോത്ത് നിങ്ങൾ ആരും പോകുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല എന്നായി. ഇപ്പൊ എന്തായി? ഇവർക്ക് നിൽക്കാനും പാത്തില്ലായി. കാരണം അവരുടെ അവസ്ഥ എന്താ? ഇമാമ് സുജൂദ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് മഅ്മൂം അറിഞ്ഞോന്നില്ല. ഇമാമ് സഹുവിന്റെ സുജൂദ് ചെയ്തേ പറ്റൂ മഅ്മൂം. ഞങ്ങൾ ശമ്പളം തന്ന ഇമാമാണ്, ഇജ്ജ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ളതല്ല ഞങ്ങള്. കുറച്ചൊക്കെ ഞങ്ങള് കാട്ടുമ്പോൾ ഇജ്ജും കാട്ടണം, ഇജ്ജ് കാട്ടുമ്പോലെ കാട്ടാനുള്ളതല്ല ഞങ്ങള്. ഈ കിബല് ജമാഅത്തായി നിസ്കരിക്കുമ്പോ പറ്റൂല. അവിടെ മഅ്മൂമായി നിസ്കരിക്കുമ്പോ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഇല്ലാത്ത വിധി മഅ്മൂമിന് വരുന്നു. ഇമാമായി നിസ്കരിക്കുമ്പോൾ ഇല്ലാത്ത വിധി മഅ്മൂമിന് വരും. അത് നമ്മൾ പഠിക്കണം. ഇപ്പൊ ജമാഅത്തായി നിസ്കരിക്കുമ്പോ നിസ്കാരം സഹിയാവാൻ ഇമാമിനെ സംബന്ധിച്ച് നിയ്യത്ത് നിർബന്ധമില്ല. ജുമുഅയിൽ നിയ്യത്ത് നിർബന്ധാക്കും. ജുമുഅയിൽ ജമാഅത്ത് നിർബന്ധാണ്. ജുമുഅ നിസ്കാരത്തിലെ ഇമാമ് ജമാഅത്തായി അല്ലെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു കരുതൽ നിർബന്ധാണ്. അതല്ലാത്ത ഓരോറ്റ നിസ്കാരത്തിലും ഇമാമിനെ സംബന്ധിച്ച് ഇമാമായി അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമില്ല. പിന്നെ ഓർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടണോ? ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചാൽ 27 ദറജ കൂലി അധികമാണ്. അല്ലെ? ഏതാണ് ഈ 27 ദറജ? അത് നമ്മൾ ആരെയും മനസ്സിലാക്കിയിട്ട് അതിനോടൊക്കെ റിസർച്ചാണ്. നമ്മളിങ്ങനെ പറയും എല്ലാ ദിവസവും, പലപ്പോഴും നമ്മൾ കേട്ടൊരു ഇൽമാണ്, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോ 27 ദറജ അധികമാണ്. ഏതാണ് 27 ദറജ? എന്താണ് 27 ദറജ എന്ന് പറയുന്നത്? അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മോമിനീങ്ങളെ ജീവൻ പണയം വെച്ചിട്ട് നമ്മൾ ജമാഅത്തിനത് പോകും. നിക്കറിയാം, സാധാരണക്കാര് ഭൂരിപക്ഷം അതിന് അടിക്കൂലി ഞങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് 27 ദറജ കൂലി അധികമാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ. 27 പ്രാവശ്യം അതൊന്നും മാത്രമൊന്നുമല്ല, അതൊരു വിശദീകരണം ഉണ്ട്. അതിപ്പോ ഇന്ന് നേരമില്ല, നമ്മൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് പറയാം. അപ്പോഴാണ് ജീവൻ പണയം വെച്ചിട്ട് നമ്മൾ ജമാഅത്തിനേക്കാണ് പോകും. ആ 27 ഏതാണെന്ന് അറിയുമ്പോൾ അള്ളാഹു കേൾക്കാനും അത് ഉൾക്കൊള്ളാനും പറയുന്ന എന്റെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതോ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഇതറിയാം. പക്ഷെ ആ ഒരു കൂലി ഇമാമിന് കിട്ടണമെങ്കിൽ ഇമാമ് നിയ്യത്ത് കരുതണം, ജമാഅത്തിന്റെ നിയ്യത്ത് കരുതണം. നേരെ മറിച്ചോ മഅ്മൂമ് നിർബന്ധമായിട്ടും കരുതണം. ജുമുഅയാണെങ്കിലും ജുമുഅ അല്ലാത്ത നിസ്കാരാണെങ്കിലും ഇമാമിനോട് കൂടെ അല്ലെങ്കിൽ മഅ്മൂമായിട്ട് അല്ലെങ്കിൽ ജമാഅത്തായിട്ട് മഅ്മൂം അത് കരുതിക്കൊള്ളണം. ഇനി കരുതാതെ ഇമാമിന്റെ ഒപ്പം തുടർന്നാലോ അവരൊരുപാട് പ്രശ്നം ചിന്തിക്കാണ്ട്. ഒരാളിങ്ങനെ മുമ്പിലുള്ള വ്യക്തിയെ തുടർന്ന് നിസ്കരിക്കാൻ നിയ്യത്തില്ലാതെ, പക്ഷെ ആ നിയ്യത്തില്ലാതെ നിസ്കരിക്കുമ്പോൾ അമിതമായ പ്രതീക്ഷിക്കലൊക്കെയും ആ ഇമാമില്ലാത്ത മുമ്പിൽ നിൽക്കുന്ന നിയ്യത്തില്ലാതെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ പ്രതീക്ഷിക്കുമ്പോ നിസ്കാരം ബാത്തിലാകും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഇമാമാകുമ്പോഴും ഒറ്റക്കാകുമ്പോഴും ബാധകമാവാത്ത കുറെ വിധികൾ മഅ്മൂമായി നിസ്കരിക്കുമ്പോ വരുന്നു. അത് അതിൽ 10 ഒന്നാണ്
ഇമാമ് സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷെ സുജൂദ് ചെയ്യാനുള്ള ഒരു കാരണവും അറിയില്ല. ഈ ചങ്ങായി ഇപ്പൊ എന്തിനാ ഈ സുജൂദ് ചെയ്യുന്നത്? ഇവരെല്ലാം തന്നെ ചെയ്യാൻ വെച്ച, ഇനിയിപ്പോ ഓന്റെ വക ഒന്നും പാടെ എന്തൊന്നും പാടെ എല്ലാം തന്നെ കുമ്പത്ത് നീരാൻ വെച്ച ഇന്നൊക്കെ എന്താവൂല എന്നാണ്ട് ഓൻ അവരെ കുത്താന്നൂന്ന് വെക്കുക. നിസ്കാരാണ് ബാത്തിലാവുന്നത്. പിന്നെ അവരൊരു മാർഗം നിർത്തും, ഒരു ഓഫർ ഞാൻ തിരഞ്ഞെടുക്കും. ഒരു മസലയില് ഒരാള് സഹുവിന്റെ സുജൂദ് ഇമാമിന്റെ ഒപ്പം ചെയ്യാനാവൂലാന്നൊരു വാശി ഓനക്ക്. ഓനക്കൊരു വാശി. ജമാഅത്തിന്റെ കൂലി ഇഷ്ടപ്പെട്ടാലും ഓനെന്താക്കി, ഇമാമുമായി ഞാൻ വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് വെച്ച് ഓൻ സലാം വീട്ടി. മനസ്സിൽ കരുതുക നാവോന്തല്ല, നാവോന്ത് പറഞ്ഞ നമസ്കാരം ബാത്തിലാവുക. എന്നാവും കഴിച്ചിലായി. നേരെ മറിച്ച് മുഫാറക്കത്തിന്റെ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തില്ലാതെ ഇമാമ് സഹുവിന്റെ സുജൂദ് ചെയ്താൽ മഹ്മൂമ് ചെയ്തേ പറ്റൂ. അത് നിർബന്ധമായി. പിന്നെ മഹ്മൂമിനിക്കത് നിർബന്ധമായി. ഇമാമ് സുജൂദ് ചെയ്യാതെ കാരണം എന്താ നമുക്കറിയില്ല. ഇമാമിന്റെ ഒക്കെ എന്തെങ്കിലും പേഴ്ചുണ്ടാവും. ഇന്ന് നോക്കിങ്ങള് അവസാനത്തെ അത്തഹിയാത്തല്ല, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ആദ്യത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്തല്ലേ സുന്നത്തല്ലേ, അബ്റാൽ സുന്നത്തല്ലേ? അത് ഇമാമ് മറന്നോ ഇല്ലേന്ന് നമുക്കറിയോ? ഇനി നോക്കട്ടെ, ഇമാമ് നമ്മുടെ കാഴ്ചയിൽ 2 റക്അത്ത് കഴിഞ്ഞിട്ട് ഇമാമ് ആദ്യത്തെ അത്തഹിയാത്തിന് ഇരുന്നു. ഓനായി ഇരിക്കുന്ന ഇരിപ്പിൽ എന്താക്കി, ഇരിക്കുന്ന ഇരിപ്പിൽ ഓന് ഇരിക്കാതെ അത്തഹിയാത്ത് ഓതിന നേരെ ഇരുന്നു. പക്ഷെ ഓനാ ഇരുത്തത്തിൽ അത്തഹിയാത്ത് ഓതിച്ചില്ല. ആദിക്കത്തെ അത്തഹിയാത്തിന് വേണ്ടി അവൻ ഇരുന്നു, പക്ഷെ ആദിക്കത്തെ അത്തഹിയാത്ത് അവൻ ഓതിയിട്ടില്ല. അപ്പൊ ഓർക്ക് സഹ്വിന്റെ സുജൂദ് സുന്നത്തായി. അങ്ങനെ മറവി സംഭവിക്കൂലേ? പണ്ട് പള്ളിക്കത്തെ കമ്മറ്റിക്കാരോട് മൊയ്ലിയിൽ ഇടക്കിടക്ക് പറഞ്ഞു, നിങ്ങൾ നമ്മളെ ശമ്പളം കൂട്ടണം കേട്ടോ, നിങ്ങൾ നമ്മളെ ശമ്പളം കൂട്ടണം. പക്ഷെ കമ്മറ്റിക്കാർ എപ്പ യോഗം കഴിയും, മൊയ്ലിയിലെ എല്ലാ കാര്യവും തീരുമാനിച്ചു, നിങ്ങളുടെ ശമ്പളത്തിന്റെ കാര്യം നമ്മൾ പച്ച മറന്ന്. ഇൻഷാ അല്ലാഹ് അടുത്ത കമ്മിറ്റി യോഗത്തിൽ ആദ്യത്തെ ചർച്ച നിങ്ങളെ ശമ്പളത്തെ പറ്റിയിട്ടാവുന്നതാണ്. പല പ്രാവശ്യം കമ്മിറ്റിക്കാർ പറഞ്ഞപ്പോ മൊയ്ലിയൊരു തീരുമാനം എടുത്തു. മൊയ്ലിയർ എല്ലാരും പാടെ അവസാനത്തെ റക്അത്തിൽ 2ാമത്തെ സുജൂദ് കണ്ടു പോയപ്പോ മൊയ്ലിയർ മെല്ലെ നീച്ചിങ്ങാണ്ട് മേലാടെ വന്നിരുന്നു, റൂമിൽ വന്നിരുന്നു. കുറെ കഴിഞ്ഞിട്ടും സുജൂദിന് പൊന്തുന്നൊരു വിവരം അറിയുന്നില്ല. അപ്പൊ ആരോ കമ്മിറ്റിക്കാർ പത്തൊരാളൊന്ന് തല പൊന്തിച്ചു നോക്കി, ചങ്ങായിമാരെ ഇമാമൊന്നും ഇഹ്റാബിലില്ല, ഓനെ കാണാനില്ല എന്നാണ്. അങ്ങനെ എല്ലാരും പാടെ തെരഞ്ഞു മൊയ്ലിയര് മേലെ അങ്ങനെ ഇരിക്കുന്നത് റൂമിൽ. എന്ത് പനിയെ മൊയ്ലിയരെ നിങ്ങൾ കാറ്റീന്ന് വെച്ച് പറ്റ മറന്ന്, ഞാൻ സുജൂദ് പോയപ്പോ നിങ്ങളെ കാര്യം അങ്ങോട്ട് മറന്നു എന്നാണ്. അത് തങ്ങൾ ശമ്പളം കൂട്ടാൻ മറന്നേന്നൊരു പരിഹാരം കൊടുത്തതാണ്. എന്ന മാതിരി അങ്ങനെ മറന്നു എന്ന് വെക്കുക. ഒരാൾ അത്തഹിയാത്തിന് ഇരുന്ന്, പക്ഷെ അത്തഹിയാത്തോതാ അവൻ മറന്നു അല്ലേ? അപ്പൊ എനിക്ക് സഹുവിന്റെ സുജൂദ് അവിടെ സുന്നത്തായിട്ടുണ്ട്. കൂട്ടത്തിൽ അവതൊരു മസല. എന്താ മസല? പല സാധാരണക്കാരും വിചാരിച്ചിട്ട് സഹുവിന്റെ സുജൂദ് ചെയ്യലുള്ള കാരണം എന്തായാൽ അത് ചെയ്യാതെ സലാം വീട്ടിയാൽ നിസ്കാരം ബാത്തിലായി. ഒരു കുഴപ്പമില്ല മക്കളെ, അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ഇങ്ങനെ വിചാരിച്ച് തല പുന്നാക്കി നടക്കണ്ട. ആവശ്യമില്ലാതെ ഇഷ്ടം പോലെ ഇപ്പൊ തല പുന്നാക്കാണ്ട്. ഇപ്പൊ എന്റെ ഒരു പ്രസംഗം ആരെങ്കിലും കേട്ടോല്ലോ, ഉസ്താദെ അബൂറയ്യാണ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഷെയർ ബിസിനസ് ഒക്കെയും പലിശ ആവൂലേ? അപ്പൊ ഞാൻ ഇപ്പൊ എന്താ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഷെയർ ബിസിനസ് ഇന്നിപ്പോ കേരളത്തിലായാലും ഗൾഫിലായാലും എല്ലാത്തും ഷെയർ ബിസിനസ് ഒക്കെ 1 ലക്ഷം കൊടുക്കുക, മാസത്തിൽ രൂപ തരണം, കച്ചവടം പൊളിഞ്ഞ എന്റെ കായ് തിരിച്ചു തരണം. അതിന് എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടാവും. ഇതാ ഷെയർ ബിസിനസ്. അതിനൊക്കെ ചിലപ്പോ നമ്മൾ തല പുണ്ണാവേണ്ടി വരും. ഇപ്പൊ ഇതിനൊന്നും ഇപ്പൊ നമ്മൾ തല പുണ്ണാവണ്ട. അതായത് ഇമാ സലാം വീട്ടാതെ നമ്മളെ സഹുവിന്റെ സുജൂദ് ചെയ്യാതെ നമ്മളത് മറന്നു വെക്കുക. സലാം വീട്ടി ഒരു കുഴപ്പമില്ല. ആ സുന്നത്ത് അവിടെ നഷ്ടപ്പെട്ടു. ഏത്? അതായത് മനഃപൂർവം ചെയ്താൽ ബാത്തിലാകുന്ന ഒരു കാര്യം മറന്നും കൊണ്ട് ചെയ്താൽ സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഉദാഹരണം, 4 റക്അത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം ഒരാളും മനഃപൂർവം 5 റക്അത്ത് നിസ്കരിക്കുകയോ കൽപ്പിച്ചുകൂട്ടി 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റി നിൽക്കുകയോ ചെയ്താൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. പക്ഷെ അത് മനഃപൂർവ്വമല്ല, ഓർമ്മയില്ലാതെ 5 റക്അത്ത് നിസ്കരിച്ചു. അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ ഓനക്ക് ഉറപ്പായി ഞാൻ ഈ നിസ്കരിച്ചത് 5ാമത്തെ റക്അത്താണ്. കാരണം 4ാമത്തെ റക്അത്ത് നിസ്കരിക്കുമ്പോഴാണ് ഫസ്റ്റിലെ ബസ് പോയത്. ഞാന് ആ റക്അത്ത് നിസ്കരിക്കുമ്പോ നമ്മളെ നിസ്കാരത്തിലെ ശ്രദ്ധ പറഞ്ഞത്. കാരണം ഞാൻ 4ാമത്തെ റക്അത്ത് നിസ്കരിക്കുമ്പോഴാലപ്പോ ആ ബസ്സാണ് പോയത്. അതൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. അല്ലെങ്കിൽ ഇന്നാലിന്റെ കാര്യം എന്തായത്,
അപ്പൊ പിന്നെ ഞാനൊരു റക്അത്തൊമ്പത് നിസ്കരിച്ചത് അഞ്ചാമത്തെ തന്നെയാണ് ഉറപ്പായി. എന്നാൽ ഓൻ അവിടെ കൽപ്പിച്ചുകൂട്ടി ചെയ്താൽ ബാത്തിലാകുന്നൊരു കാര്യം ഇവൻ മറന്ന് ചെയ്തതുകൊണ്ട് സഹുവിന്റെ 2 സുജൂദ് ചെയ്യൽ സുന്നത്തേ ഉള്ളൂ. ഓൻ മനഃപൂർവ്വം ഈ 5 റക്അത്ത് ഓന് ഓർമ്മയില്ലാതെ 5 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഓർമ്മയുള്ളവൻ അത്തഹിയാത്തോതി സലാം സുജൂദ് ചെയ്യാനാകൂല എന്ന നിലക്ക് ഓൻ സലാം വീട്ടിന് വെക്കുക. ഈ സഹുവിന്റെ സുജൂദ് ചെയ്യുക എന്ന സുന്നത്ത് അവനിക്ക് നഷ്ടപ്പെട്ടു. ഈ നിസ്കാരത്തിനൊരു കുഴപ്പമില്ല. പല സാധാരണക്കാരും ഇങ്ങനൊക്കെ സംഭവിച്ച സഹുവിന്റെ സുജൂദ്, ഇനി ചിലപ്പോ നമ്മൾ ഇമാമും ജമാഅത്തൊക്കെ ആയി നിസ്കരിക്കുമ്പോ ഇമാമിന് പിഴവ് വരും. കാരണം ഇമാമ് ഓർമ്മയില്ലാതെ മൂന്നാമത്തെ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ ഇമാമ് ഓർമ്മയില്ലാതെ എന്താക്കി 3-ാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിന് ഇരുന്ന് അങ്ങനെ അത്തഹിയാത്ത് ഇങ്ങനെ പൗതി ആയപ്പോ എന്തോ സുബ്ഹാനല്ലാഹ് എന്തോ ഒരു തിരക്കേക്കാരൻ സുബ്ഹാനല്ലാഹ് ചെല്ലിനേന്റെ തിരക്ക് പൊന്നാര മക്കളെ. അങ്ങനെ ഇമാമിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ ഇമാമിന് ഖുർആൻ ഓതുന്നത് പേച്ചാൽ ബാക്കിലുള്ള മഅ്മൂമീങ്ങൾക്ക് അത് തിരുത്തി കൊടുക്കൽ സുന്നത്താണ്. ഉദാഹരണം പറയാം, അവർക്കൊരു നിബന്ധന ഉണ്ട്. അതേപോലെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ പല മസാലകളും പ്രത്യേകമായി പഠിക്കാനുണ്ട് മുഅ്മിനീങ്ങളെ. ഇപ്പൊ ഉദാഹരണം പറയാം, ഇമാം ഇങ്ങനെ ഓതുകയാണ്. ഇമാം ഇങ്ങനെ ഒരു സുമ്മലായമൂതു ഫീഹാ വലാ യഹ്യ, പക്ഷെ ഇമാം അവിടെ ഇങ്ങനെ കാണി കളിക്കാന് പിന്നെ നമുക്ക് സുമ്മലായമൂതു ഫീഹാ വലാ യഹ്യാനത് കിട്ടുന്നില്ല. ഓ അങ്ങനെ സുമ്മലായമൂതു ഇവിടെ ഇങ്ങനെ കളിക്കുക. അപ്പൊ കാണാ വിവരമില്ലാത്ത ചില ആൾക്കാർ അത് ഓതിക്കൊടുക്കും. സുമ്മലായമൂതു ഫീഹാ വലാ യഹ്യ അത് ഓതിക്കൊടുത്ത് അപ്പൊ ഇമാമിന് ഓർമ്മന്നു വലാ യഹ്യാനാണ് ഇഞ്ഞുള്ളത്. പാടില്ല നമസ്സല. എന്തുവാണ് ഇമാം ഇങ്ങനെ കാണി കളിക്കാണ്. ഈ ശേഷമുള്ളത് ഓടാൻ കിട്ടാതെ ഇമാമ് കടന്ന് ഇങ്ങനെ ആയത്തേച്ച് കളിക്കാണ്. അപ്പോഴൊന്നും മൗമൂമീങ്ങൾക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇമാം അങ്ങനത്തെ ഉറപ്പിച്ച് ഇനി ഇതൊക്കെ കിട്ടൂല, ഇനി നമ്മൾ ഇതുമ്മക്കാണ് കളിച്ചിട്ട് കാര്യമില്ല, എനിക്കിത് കിട്ടൂല. ഇമാം ഇങ്ങനെ ഇങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞ് ഇമാമ് മുണ്ടാതെ അവിടെ നിന്നു. അപ്പൊ അത് ഓതിക്കൊടുക്കുക. അല്ലാതെ ഇമാമ് കാരണം ഇങ്ങനെ കളിക്കുമ്പോ അതിന്റെ ഇടയില് എന്താണ് തോക്ക് കേരി വരിയൊക്കെ അറിയില്ല. ആ പരിപാടി പറ്റൂല. ഇനി അങ്ങനെ ഇമാമിന് ഓതിക്കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇമാമിന് ഓർമ്മ വരാൻ വേണ്ടി ഒരു മഅ്മൂം അങ്ങനെ ഓതിക്കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇമാമ് ഓർമ്മയില്ലാതെ 4 റക്അത്തുള്ള നിസ്കാരത്തിന്റെ 3-ാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിന് ഇരുന്നു. അപ്പൊ ഇമാമിന്റെയൊക്കെ പേച്ചിക്കണെന്ന് ഉണർത്താൻ വേണ്ടി ആണുങ്ങളാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ചെല്ലണം. അങ്ങനെ സുബ്ഹാനല്ലാഹ് ചെല്ലുന്ന നേരത്തിൽ, അല്ലെങ്കിൽ ഇമാമിന്റെ ഓത്തിലെ പിഴവ് തിരുത്തി കൊടുക്കാൻ വേണ്ടി ഓതിക്കൊടുക്കുന്ന നേരത്തിൽ അവിടെ ഇമാമ് മഅ്മൂമ് 2-1 പ്രബലമായ അഭിപ്രായ പ്രകാരം കരുതാൻ പറ്റുള്ളൂ. ഒന്നിരിക്കെ ഞാൻ ഖുർആൻ ഓതുന്നു എന്ന നിയ്യത്തിൽ ഖുർആൻ ഓതുക. ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയാണത്. ഞാൻ ഖുർആൻ ഓതുന്നു എന്ന നിയ്യത്തിൽ ഓനി ആയത്ത് ഓതുക. ഓനക്ക് ഇമാമ് കേട്ടാലും മാതില ഒബ്ബ മറക്കണം. ഓനൊരു ആയത്ത് ഓതിയ എന്ന നിലക്കൊന്ന് ആയത്ത് ഓതി. ഒന്നിരിക്കൽ അങ്ങനെ കരുതുക. അതല്ലെങ്കിൽ എങ്ങനെ കരുതുക, ഞാനൊരു ആയത്ത് ഓതുകയും ഈ ആയത്തോതിനിലൂടെ ഇമാമിന്റെ തെറ്റ് തിരുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 2 പാടെ കൂട്ടിക്കരുതുക. ഒരാൾ എന്ത് കരുതി, ഇവൻ ആയത്തോതാനൊന്നും കരുതിയില്ല, ഇമാമിന് പേവ് വന്നിക്കണ്, ഇമാമെ അവിടെ ഇങ്ങനെയല്ലതുട്ടോ എന്നാ ആ ഇമാമിന് തെറ്റു തിരുത്തൽ മാത്രമാണ് ഈ ആയത്തോതിയത് കൊണ്ടുള്ള ഉദ്ദേശമെങ്കിൽ ബത്ലത്ത് സലാത്തുഹു, മഅ്മൂമിന്റെ നിസ്കാരം അവിടെ ബാത്തില. ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഇമാമിന്റെ വോട്ട് തിരുത്തി കൊടുക്കാൻ വേണ്ടി ആ ഒരു ഉദ്ദേശം മാത്രമാണ് ഈ മഅ്മൂമി ഈ ആയത്ത് ഓതിയപ്പം മഅ്മൂമിനിക്കുള്ളതെങ്കിൽ ബത്ലത്ത് സലാത്തുഹു, ഓന്റെ നിസ്കാരം ബാത്തില. അല്ലെങ്കിൽ ഇമാമ് 3-ാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിനിരുന്നു, 4-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കാതെ അപ്പോ കുറച്ചു നേരം സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊടുത്തു എന്റെ ഇമാമിന് ഓർമ്മ വരാം. പക്ഷേ ഓനെന്താക്കി, ആ ഒരു തസ്ബീഹു ചൊല്ലുന്നു എന്ന നിയ്യത്തോടുകൂടെ സുബ്ഹാനല്ലാഹ്
അല്ലെങ്കിൽ ഞാനൊരു തസ്ബീഹും ചൊല്ലുന്നു, ഇമാമിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു, രണ്ടും കൂടി കരുതി. നേരെ മറിച്ച് ഓൻ കരുതിയത് എന്ത് മാത്ര, ഇമാം ഇവിടെ പഴച്ചിട്ടുണ്ട്, ഇമാമെ ഇവിടെ 3 റക്അത്തായിട്ടുള്ളൂ, അഞ്ചൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ട്, ആ ഇമാമിനെ ഉണർത്തുക എന്ന ഉദ്ദേശം മാത്രം, യാതൊരു ഉദ്ദേശവും എനിക്ക് സുബ്ഹാനല്ലാഹ് പറയുന്നതിൽ ഇല്ല എങ്കിൽ ഷാഫിഈ മദ്ഹബ് പ്രകാരം മോന്റെ നിസ്കാരം ബാത്തില. ആരെ നിസ്കാരം? മഅ്മൂമിന്റെ നിസ്കാരം. നിനക്കും മസ്അലകളുണ്ട് മഅ്മൂമായി നിസ്കരിക്കുമ്പോ. സുബ്ഹാനല്ലാഹ്, പിന്നെ ചില കൗലും കീലൊക്കെ ഉണ്ടായതുകൊണ്ടെന്ന് പല സാധാരണക്കാരും രക്ഷപ്പെട്ടൂന്ന് വരും. ഏതായാലും നമ്മൾ മസ്അല പറയുമ്പോ എപ്പോഴും പ്രബലമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളെ, ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഏതായാലും വന്ന ചോദ്യത്തിൽ ഫാത്തിഹയിലുള്ള സംശയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെയും വരാം. സലാം വീട്ടിയതിന് ശേഷം ഞാൻ സലാം വീട്ടിയോ ഇല്ലേ, അതേമാതിരി തന്നെ സലാം വീട്ടിയതിന് ശേഷം ഞാൻ ഇപ്പൊ ലുഹറിനെ കരുതിയ അസറിനെ കരുതിയത്, അല്ലെങ്കിൽ സലാം വീട്ടിയതിന് ശേഷം 2ാമത്തെ റക്അത്തിൽ ഞാൻ ഫാത്തിഹ ഓതിയോ, സലാം വീട്ടിയതിന് ശേഷം ഞാൻ 3ാമത്തെ റക്അത്തിൽ 2ാമത്തെ സുജൂദ് ചെയ്തോ, അല്ലെങ്കിൽ 3ാമത്തെ റക്അത്തിൽ ഞാൻ സുജൂദ് ചെയ്തപ്പോൾ കൈ വെച്ചോ, ഇങ്ങനൊക്കെയും സലാമിന് ശേഷം സംശയങ്ങൾ വരാം. അല്ലെങ്കിൽ 1ാമത്തെ റക്അത്തിൽ ഇന്ന കാര്യം ചെയ്തോന്ന് 2ാമത്തെ റക്അത്തിൽ വരാം. അല്ലെങ്കിൽ 3ാമത്തെ റക്അത്ത് നിസ്കരിച്ചും കൊണ്ടിരിക്കുമ്പോ ഞാനിപ്പോ ഈ നിസ്കാരം ലുഹറാണ്, പക്ഷെ ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയപ്പോൾ ലുഹറിനെ കരുതിയ അസറിനെ കരുതിയത് പോലത്തെ സംശയങ്ങളൊക്കെയും സാധാരണക്കാരുടെ ഇടയിൽ സർവ്വസാധാരണയായി വന്നുകൊണ്ടിരിക്കുന്ന സംശയങ്ങളാണ്. പക്ഷെ അത് എന്ത് ചെയ്യണമെന്നറിയാതെ പലവരും മതക്ക് നിസ്കരിക്കുന്നവർ, പലത് വയ്ക്കണ പോകുന്ന മാതിരി അത് പെയ്ക്കോട്ടെ, അതൊന്നിപ്പോ ആലോചിച്ച് തല പുണ്ണാക്കണില്ല എന്ന് ചിന്തിക്കുന്നവർ. ഏതായിരുന്നാലും ഇനി നമുക്ക് ഫാത്തിഹ സംബന്ധമായ ഒരു ഇഷ്കാലും മറുപടിയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ ചോദ്യം എന്താ? 2ാമത്തെ റക്അത്തിൽ ഒരാൾക്ക് സംശയം, 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ, സ്ത്രീകൾക്ക് കാതിൽ ചുറ്റി ഇരുന്നതിന്റെ വിധി എന്താണെന്നൊരു കുഴപ്പമില്ല, കാശ് വേണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. സ്ത്രീകൾക്കേ കാതിൽ ചുറ്റിടുക, കാശുണ്ടെങ്കിൽ പറ്റും, കാശില്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യമല്ലല്ലോ. കാശുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ആഭരണം ധരിക്കുക, കാതിലൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. അത്രത്തന്നെ, സുന്നത്തൊന്നുമില്ല, നിർബന്ധമില്ല, സുന്നത്തില്ല. സ്ത്രീകൾക്ക് സ്വർണം കൊണ്ട് ഭംഗിയാവൽ അനുവദനീയാണ്, അത് അവർ കാശുണ്ടാവണമെന്ന് അത്രയേ ഉള്ളൂ. ഏതായിരുന്നാലും പറയട്ടെ. അപ്പൊ 2ാമത്തെ റക്അത്തിൽ സംശയം വന്നതെന്താ? 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ തന്നെ ഓതിയോ ഇല്ലേന്നാണ്. ഫാത്തിഹയിൽ നിന്ന് പകുതി ഓതുന്നിട്ട് മസല വേറെ കേട്ടോ. ഫാത്തിഹ തന്നെ ഓതി, അങ്ങനെ സംശയം വരും. ഇപ്പൊ നോക്കി, നമ്മൾ ഇന്നലൊക്കെ മിഞ്ഞാനത്തെ പറഞ്ഞ മാതിരി മക്കത്തെ നമ്മൾ ചെന്നതാ, അതിലിങ്ങനെ ആ ഇമാമിന്റെ ഓത്തിൽ നമ്മളത് ലയിച്ചുപോയി. അങ്ങനെ നമ്മൾ ഫാത്തിഹ കണ്ട് മറക്കും, പെട്ടെന്ന് ഇമാമ് റുക്കൂയിൽ പോയപ്പോ നമ്മൾ റുക്കൂയിൽ പോയി. പിന്നെ 2ാമത്തെ റക്അത്തിൽ ഞാൻ 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ എങ്കിൽ അവിടെ 1ാമത്തെ റക്അത്തിലേക്ക് മടങ്ങാനൊരു സംവിധാനം ഇല്ല, ആ റക്അത്ത് അവിടെ പരിഗണിക്കൂല. അപ്പൊ ഇപ്പൊ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നത് ഓന്റെ കോലത്തിൽ, ഓന്റെ ദൃഷ്ടിയിൽ നിസ്കരിക്കുന്നത് 2ാമത്തെ റക്അത്താണ്. പക്ഷെ ഓന്റെ സംശയം എന്താ? 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്നാണ് സംശയം. അങ്ങനെ വരുന്ന കോലത്തിൽ അവന് ഇപ്പൊ 1ാമത്തെ റക്അത്ത് പരിഗണിക്കൂല. ഇപ്പൊ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നത് 1ാമത്തെ റക്അത്താണ്. അപ്പോൾ അതിന്റെ മുന്നേ നിസ്കരിച്ച റക്അത്ത് ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയമായതുകൊണ്ട് ആ റക്അത്ത് പോയി. ഇനി ഓനെന്ത് വേണം? 1ാമത്തെ റക്അത്ത് ഇതായിട്ട് പരിഗണിക്കുക. ഇനി 1, 2, 3, 4 അങ്ങനെ നിസ്കരിച്ചു പോവുക. എന്തല്ല, 1ാമത്തെ റക്അത്തിലേക്ക് മടങ്ങുക എന്ന സംവിധാനമല്ല അവതല്ലത്. ഇനി ഇങ്ങനെയാവാം, ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്നല്ല സംശയം. പിന്നെ അവന്റെ സംശയം എന്താ? ഞാൻ ഫാത്തിഹ പകുതി ഓതിക്കുന്നു, ഫുള്ളാക്കിയോ ഇല്ലേ. ഇതൊക്കെ സാധാരണക്കാർക്ക് വരില്ല മുഅ്മിനീങ്ങളെ. ഞാൻ ഇപ്പൊ ഫാത്തിഹ റുക്കൂയിലേക്ക് ഇങ്ങനെ പോയപ്പോ, സുജൂദ് പോയപ്പോ 2ാമത്തെ റക്അത്തിൽ ഒരു സംശയം, ഫാത്തിഹ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വരെ ഞാൻ ഓതി. അപ്പോഴാണ് ഞാൻ കുരച്ചത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറഞ്ഞപ്പോഴാണ് കുരച്ചത്. പിന്നെ ആ കൊല കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പൂർത്തിയാക്കിയോ? അതല്ല ഞാൻ നേരെ സുജൂദിലേക്ക് റുക്കൂയിലേക്ക് പോരുക ചെയ്തത്? സംശയം വരാം. അവിടെ കുഴപ്പമില്ല.
കാരണം ഫാത്തിഹ തീരെ ഓതിയോ ഇല്ലേ എന്ന് സംശയിക്കുമ്പോ തീരെ ഓതിയിട്ടില്ല എന്ന് വെക്കണം. ഫാത്തിഹ പകുതി ഓതി പൂർത്തിയാക്കിയോ ഇല്ലേ എന്ന് സംശയിക്കുന്നിടത്ത് പൂർത്തിയാക്കി എന്ന് വെക്കുക. ഇനി ഇങ്ങനെയാവാ, റുക്കൂയിക്ക് പോയതാണ്, ഫാത്തിഹ തീരെ ഓതിയിട്ടില്ല എന്ന് സംശയം, അത് വിധിവാദം. എന്നിട്ട് ഫാത്തിഹ പകുതി ഓതിക്കുന്നു, പൂർത്തിയാക്കിയോ ഇല്ല എന്നാണ് സംശയം. അങ്ങനെ വരുന്ന കോലത്തില് അവൻ എന്തോ എന്താ ഫാത്തിഹ ഓതിന്ന് വെക്കാം, ഇങ്ങോട്ട് വിഷയമില്ല. അപ്പൊ ഫാത്തിഹ തീരെ ഓതിയിട്ടില്ല എന്ന് സംശയിക്കുന്നിടത്തും ഫാത്തിഹ പകുതി ഓതിക്കുന്നു, കുറച്ച് ഓതിക്കുന്നു, ബിസ്മി ഞാൻ ചൊല്ലി, ബാക്കി അൽഹംദുലില്ലാഹ് അവന്നിപ്പം പൂർത്തിയാക്കിയ ചെയ്തത്, അല്ലെങ്കിൽ ഇയ്യാക്കനാബുദ് വയ്യാക്കന സ്ഥയും വരെ എത്തി ബാക്കിയുള്ളത് പൂർത്തിയാക്കിയ ചെയ്തത് എന്ന് സംശയിക്കുന്നിടത്ത് ആ സംശയത്തിന് ഒരു അസറുമില്ല, ഒരു ഫലമില്ല. പൗതി ഓതിയില്ലേ, അപ്പൊ പൗതി ഓതിയാൻ പക്കം പിന്നെ എന്തായിരിക്കാനാ സാധ്യത? അത് ഫുള്ള് പൂർത്തിയാക്കാനാണ് സാധ്യത. തീരെ ഓതിയോ ഇല്ലേ എന്ന് സംശയിക്കുന്നിടത്ത് അത് തീരെ ഓതാതിരിക്കാനാണ് സാധ്യത. അപ്പൊ അങ്ങനത്തേത് ഫാത്തിഹ ഓതാത്തതിന്റെ ഹുക്കുമും പകുതി ഓതിയോ ഇല്ലേന്ന് അല്ല പൂർത്തിയാക്കിയോ ഇല്ലേ എന്ന് സംശയിക്കുന്നിടത്ത് ഫാത്തിഹ പൂർത്തിയാക്കി എന്നതിന്റെ വിധിയും പാലിച്ചാണ് നിസ്കരിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് 11:30 മണി കഴിഞ്ഞു. വെള്ളിയാഴ്ച ജുമയാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് കാതിൽ ചുറ്റിയിടുന്നത് വിധി എന്താണ്? ഒരു പഴയ പാട്ടിൽ കേട്ടു പറ്റില്ല എന്ന് ഒരാളെ സംശയം, കേട്ടിട്ടില്ല. കാതിൽ ആഭരണം ധരിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു പാട്ടിൽ എന്തെങ്കിലും അത് വ്യക്തമായി ആര് പാടിയതാണ് എന്നൊക്കെ നമുക്ക് അറിയാതെ പറയാൻ പറ്റില്ല. കാരണം സ്ത്രീകളുടെ കാതിൽ ആഭരണം ഏത് നിലക്കും അവർക്ക് ധരിക്കാം പോലത്തെ മസാലകളാണ് ഉള്ളത്. ഇനി കാതില് ചുറ്റല്ല ചിറ്റാണ് ഞങ്ങളെ വഴിക്ക് പറയാറുള്ളത്. പാടില്ല എന്ന്, ആ ആഭരണം പാടില്ല എന്ന് എവിടെയും കണ്ടിട്ടില്ല എന്ന് ഞാൻ എന്റെ കുഞ്ഞിപ്പ ആക്കോട് എന്ന സുഹൃത്തിനെ അറിയിക്കുന്നു. ഗൾഫിൽ ഇമാമുകൾ അത്തഹിയാത്തിൽ, ഞാനത് മലയാളായ ഹബീബെ വായിച്ചുണ്ടാക്കാൻ പണിയാണ്, വിരലനക്കുന്നു. അതൊക്കെ നമ്മൾ എന്നോ പറഞ്ഞു കഴിഞ്ഞു ഹബീബെ, നേരല്ല. ഗൾഫില് ഇമാമുകൾ അത്തഹിയാത്തിൽ വിരലണക്കെ, ചൂണ്ടാനി വിരലണക്ക്, അതൊക്കെ നമ്മൾ 3/4 മണിക്കൂറോളം നമ്മൾ ആ സുഹൃത്തിനോട് പറയുന്നത്. മുസ്തഫ ആലൂര് അല്ലെങ്കിൽ AP ചെറുവാടി, അതല്ലെങ്കിൽ അരീക്കാരൻ അഷ്റഫ് പോലത്തവർക്ക് PM അയച്ച അങ്ങക്കൊരു വയ്യ, ഒരു സ്റ്റേറ്റ് ഒരു സൈറ്റിൽക്കൊരു വയ്യ കാണിച്ചു തരും. മെല്ലെ അവിടെ പോയാൽ അങ്ങക്ക് വ്യക്തമായിട്ട് അതിന്റെ വിധി കിട്ടും. അത് ഏതായാലും ഷാഫി മദ്ഹബ് പ്രകാരം ഇല്ലല്ലാന്ന് പറയുമ്പോ വിരൽ ഉയർത്തൽ സുന്നത്താണ്, പിന്നെ ആ വിരൽ അനക്കൽ സുന്നത്തില്ല. ഇതാണ് ഷാഫി മദ്ഹബ്. അതല്ലെങ്കിൽ അനക്കിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് വരെ ഷാഫി മദ്ഹബിൽ അഭിപ്രായമുണ്ട്. മറ്റേതോ ചില മദ്ഹബിൽ അനക്കൽ സുന്നത്താണ് എന്ന് കേട്ടിട്ടുണ്ട്, അത് വ്യക്തമായി എനിക്കറിയില്ല. ഷാഫി മദ്ഹബ് പ്രകാരം ഇല്ലല്ലാന്ന് പറയുമ്പോ ചൂണ്ടാനി വിരൽ ഉയർത്തുക, പിന്നെ ആ വിരലിലേക്ക് മാത്രം നോക്കുക. നിങ്ങൾ ആ സൈറ്റ് കയറിയപ്പോ ഞാൻ പറയാൻ കാരണം ചിലവർക്ക് ഇപ്പൊ ഇന്നോടിപ്പോ നിങ്ങൾ പറയാണ്, ഇപ്പൊ സത്യം പറയാം, ഉള്ളത് നിശ്ചയില്ലാത്തത് നിശ്ചയില്ലാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ APJ ചെറുവാടി APJ ഇല്ല അല്ല, അത് നമ്മളെ കലാമിന്റെ പേരല്ലേ. AP ചെറുവാടി ഇങ്ങനെ ലിങ്ക് അയച്ചെടുക്ക്, ഇതൊന്ന് നോക്കാൻ. പലോരും ഇത് പേരോദുസ്താദിന്റെ പ്രസംഗത്തിന്റെ ലിങ്കാണെന്ന് എന്റെ മുമ്പിൽ വന്ന കുറുക്കൻ ആമയെ കിട്ടിയ മാതിരി ഞാൻ അയിമക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ. അതായത് ഇപ്പൊ എന്താ കാട്ടേണ്ടത് എനിക്കറിയില്ല. നിശാലങ്ങൾ വിളിച്ച് പഠിപ്പിച്ചെന്നാ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കും. അപ്പൊ എന്ന മാതിരി ഇപ്പൊ ആ സുഹൃത്തിനോട് സൈറ്റ് പോയിട്ട് നോക്കിക്കോന്നാണ് ഉസ്താദെ എനിക്കത് അറിയില്ലാന്ന് പറഞ്ഞപ്പോ നമ്മൾ ഓൽക്കും മസല പഠിക്കണ്ടേ, ആ നിലയ്ക്ക് ഞാൻ ഉണർത്തിയതാണ്. അപ്പൊ ഏതായിരുന്നാലും വളരെയധികം വ്യക്തമായി നമ്മൾ പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ജുമാന്റെ നേരെ ആയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അവസാനമായി, നമ്മൾ വെള്ളിയാഴ്ചയാണല്ലോ, റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ 10 കോടി സലാത്ത് ചൊല്ലി തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സലാത്തിന്റെ മഹത്വം അറിയാന് 2 പോയിന്റ് സാധാരണക്കാർ മനസ്സിലാക്കിയാൽ മതി. ഉസ്താദുമാരോടല്ല, സാധാരണക്കാരായ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ പലവരും ഈ സമയത്ത് നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന സഹോദരിമാരുണ്ട്. അവരോടൊക്കെയും പറയുന്നു, അവർക്ക് എത്ര പറഞ്ഞാലും ആ സംശയം അത് തീരലില്ല. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞാനൊരു സ്ഥലത്ത് ക്ലാസ്സിന് പോയി, എന്റെ നാട്ടിന്റെ അടുത്ത് കൊടുമുടി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ചെന്ന് നോക്കുമ്പോ ഹൈലിന്റെയും നിഫാസിന്റെയും മസല. അപ്പൊ അവിടുത്തെ സംശയം എന്താണെന്ന് ഞങ്ങൾക്ക്, അതായത് ഹൈലുള്ള പെണ്ണുങ്ങൾ വേപ്പിൻ ജലക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ.
നമ്മളെ പെണ്ണുങ്ങളൊരു വിശ്വാസം. അതായത് നമ്മളെ സാധാരണ ഈ കരിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേപ്പിൻ്റെലാന്ന് പറഞ്ഞൊരു ഇലണ്ട്. സാധാരണ വേപ്പിൻ്റെ ഇതെന്താ ആവശ്യം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇടുക എന്നുള്ളൊരു വേപ്പ് നമ്മളല്ലേ ഓനൊരു വേപ്പിൻ്റെ സ്വഭാവം കാണിച്ചതിന്. ആ ഹൈലുള്ള പെണ്ണാണെങ്കിൽ വേപ്പിൻ്റെ തൊടാൻ പാടില്ല, വേപ്പിൻ്റെലക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു പൊന്നാര മക്കളെ, നിങ്ങൾ ഈ 5-6 ദിവസം അഥവാ 15 ദിവസമൊക്കെ നിങ്ങൾക്ക് ഹൈലുണ്ടായാൽ ആ വേപ്പിൻ്റെ ഉണങ്ങിപ്പോവില്ലേ? പെരുന്നാക്ക് കൂട്ടാഞ്ചാറ് വെക്കാൻ വേപ്പിൻ്റെ ഉണ്ടാവില്ലത്ത മക്കളെന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വിശ്വാസങ്ങൾ സ്ത്രീകളുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു മസ്അല ആദ്യം പറയട്ടെ. റസൂലുള്ളാന്റെ പേരിൽ സലാത്ത് നിങ്ങൾ കുലി നിർബന്ധമായി എന്ന് പറഞ്ഞാൽ ഹൈലോ നിഫാസക്കില്ല, പ്രസവിച്ച് കിടക്കുക, നിങ്ങൾ ധൈര്യമായി സലാത്ത് ചൊല്ലിക്കോളി. ഞാൻ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാ പറഞ്ഞു. നമ്മൾ ആണുങ്ങളോട് നിങ്ങൾ പെണ്ണുങ്ങളോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കൊണ്ടു, ഇജ് സലാത്ത് ചൊല്ലോ? ഇല്ല, ഞാനിപ്പോ കുളിക്കേണ്ട സമയമായതുകൊണ്ട് നിർത്തി വെച്ചിക്കാണ്. നമ്മളെ പല പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നത്, കൂലിയൊക്കെ ഹൈലോ പായക്കാണ്ട് സീലൊക്കുക, പിന്നെ ഒന്നും ചെല്ലാൻ പാടില്ല, ഒന്നും പെറുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാധാരണക്കാരായ മുഅ്മിനീങ്ങളോട് അവനവന്റെ ഭാര്യന്മാരോട് ധൈര്യമായിട്ട് പറയാം, കുലി നിർബന്ധമായാലും ഹൈലായാലും ഇസ്തിഹാദത്തായാലും നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിലും സലാത്ത് ചൊല്ലുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതൊരു മസ്അല. അത് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളോട് അവരുടെ സംശയം തീരുന്ന രൂപത്തിൽ. ഇപ്പോഴും പല പെണ്ണുങ്ങൾ ഇപ്പൊ നമ്മുടെ പെരയിലൊരു മൗലൂദ് നടക്കുകയാണ്. ചില പെണ്ണുങ്ങൾ ഹൈലുള്ള പെണ്ണുങ്ങളാണ് ഒഴിഞ്ഞത് പോകുന്നത്. അത് ആമീൻ പോലും പറയില്ല. കാരണം ഓർക്ക് ഹൈലുണ്ടെന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ആമീൻ പറയാണ്. ഇങ്ങനത്തെ ഒരു വിശ്വാസമുള്ള പെണ്ണുങ്ങളുണ്ട്. നമ്മുടെ KMICയുടെ ശ്രോതാക്കള് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അമ്മാതിരി നൂലാമാലകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോഴാണ് നമ്മുടെ ക്ലാസ് റൂം നമുക്ക് ഉപകാരം ചെയ്യുക. ഒന്ന്. പിന്നെ രണ്ടാമത് ആ സലാത്തിന്റെ ഒരു മഹത്വം നോക്കാൻ അള്ളാഹും റസൂലും ചെയ്യുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ വിശുദ്ധമായ ഇസ്ലാമിൽ ഒരു അമലുണ്ടെങ്കിൽ അത് സലാത്ത് മാത്രമാണ്, വേറെ ഒരു അമലില്ല. അള്ളാഹും റസൂൽ അള്ളിയും മലായിക്കത്തികൾ നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കും. ഓല് ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ്. അങ്ങനെ അല്ലെങ്കിൽ ഓല് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുക. അങ്ങനെയില്ല. അള്ളിയും മലായിക്കത്തീങ്ങളും നബിയെ പുകഴ്ത്തുന്നു, സലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ സലാത്തും സലാമും ചൊല്ലണം. ഒന്ന്. അത് സലാത്തിന്റെ മഹത്വം സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിയാവുന്നൊരു പോയിന്റാണ്. രണ്ടാമത്, ഏത് അമലും മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ട് ചെല്ലിയാൽ അതിന് പ്രതിഫലമില്ല. ഇപ്പൊ ഒരാൾ ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതാണ്, ഒരാൾ ജുമാക്ക് നേരത്തെ പോവുക, ഓന്റെ മനസ്സിലെ ലക്ഷ്യം എന്താ? നാട്ടേത് മുഴുവൻ ഓനെ പറ്റി എന്ത് പറയണം? അത് പോക്കരാജ് എന്നും ജുമാക്ക് നാത്ത പോകുന്ന ആളാണ്. നാലാള് പറച്ചല, അതിന് കൂലില്ല. ആള് എല്ലാ സമയത്തും ഖുർആൻ ഓതുന്ന ആളാണെന്ന് പറയലാണ്, അതിന് കൂലില്ല. ഏത് അമലും അങ്ങനെ തന്നെ. നേരെ മരിച്ച് സലാത്ത്, ഒരാളിൽ നിന്നിങ്ങനെ സലാത്തല്ല. ചായപ്പൂജയിലും സലാത്ത്, ബാർബർ ഷാപ്പിലിരിക്കുമ്പോഴും ഓൻ സലാത്ത്, അങ്ങാടിയിലിരിക്കുമ്പോഴും സലാത്ത്, പള്ളിക്കൊക്കെ പോകുമ്പോഴും സലാത്ത്, എല്ലാ സമയത്തും. പക്ഷെ ഓന്റെ ലക്ഷ്യം എന്താ? ഓൻ എപ്പോഴും നബിയുടെ പേരിൽ സലാത്ത് ചെല്ലുന്ന ആളാണെന്ന് ജനങ്ങൾ പറയലാണ് ഓന്റെ ലക്ഷ്യം. ആ സലാത്തിന് കൂലിണ്ട് മുഅ്മിനേ. കാരണം എന്താ? ഹബീബിന്റെ പേരിലുള്ള സലാത്ത് അത് നിയ്യത്തിന്റെ ആയാലും ശരി, ലോകമാന്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, അള്ളാഹു അത് വെറുതെ ആക്കൂല അമല്. നോക്കിങ്ങൾ ഇനി എന്തിനാ നമുക്ക് സലാത്തിന് കുറെ ആയത്ത് ഹദീസോടെന്താ, കുറെ ചരിത്രങ്ങൾ നമ്മൾ പറയണ്ട. നമ്മൾ എന്ത് അമലും അള്ളാഹ് അല്ലാത്തവരെ ഉദ്ദേശിച്ച് ചെയ്താൽ അതിന് പ്രതിഫലം ഇല്ല. സലാത്ത് ഓന് എന്ത് ലക്ഷ്യത്തിന് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ചെല്ലിയാലും ശരി, ഓനൊരു സലാത്ത് പ്രേമിയാണെന്ന് ഓനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ചെല്ലിയാലും ശരി, എന്താവശ്യത്തിന് വേണ്ടി സലാത്ത് ചെല്ലിയാലും ഹബീബിന്റെ പേരിലുള്ള സലാത്ത് അത് അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പേരുണ്ടാക്കുമ്പോ, പാത്രം മോരുമ്പോ, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ഏതു സമയത്തും സലാത്ത് ചൊല്ലാം. നിങ്ങൾ പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ, ഹൈലുള്ള സമയമാണെങ്കിൽ ബാത്റൂം പോലത്തെ സ്ഥലങ്ങളൊക്കെ അത് ഒഴിവാക്കിയാൽ മതി. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവരും കഴിവിന്റെ പരമാവധി നമ്മുടെ ഈ KMICയിലുള്ള ആ സലാത്തിൽ പങ്കാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു തആല
റസൂലുള്ളാഹിന്റെ മുഖം ദർശിക്കുവാനും ഹബീബിന്റെ ചാരത്തെത്തിച്ചേരുവാനും സ്വർഗീയ ലോകത്ത് ഹബീബിന്റെ ചാരത്തായി ആനന്ദിക്കുവാനും ഭാഗ്യം നൽകപ്പെട്ട മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരത്തിന്റെ സംശയങ്ങൾ സുജൂദ് മറന്നാല് റുക്കൂഅ് മറന്നാല് സുജൂദ് ചെയ്തോ ഇല്ലേ, സുജൂദിൽ കൈ വെച്ചോ ഇല്ലേ, സുജൂദിൽ ദിക്ർ ചൊല്ലിയോ ഇല്ലേ, ഇങ്ങനെ സലാം വീട്ടിയതിന് ശേഷം ലുഹറിനെ കരുതി അസറിനെ കരുതി ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഓരോന്നിൽ സംശയിച്ചാൽ അതിന്റെ വിധി ഇന്നതാണ്. സലാമിന്റെ ശേഷമാണെങ്കിൽ അതിന്റെ വിധി ഇങ്ങനെ, സലാം വീട്ടിനതിന്റെ മുമ്പേണെങ്കിൽ ഇങ്ങനെ, സലാം വീട്ടിയിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, പെട്ടെന്നാണെങ്കിൽ ഇങ്ങനെ. ഇതൊക്കെ വ്യത്യസ്ത വിധികളാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നിക്കരിച്ചത് പിന്നെ നിക്കരിച്ചേണ്ടി വരൂല, അല്ലെങ്കിൽ നിക്കരിച്ചത് പിന്നെ നിക്കരിക്കേണ്ടി വരും. ഒരിക്കൽ സംശയമായിട്ട് രണ്ടാമത് നിസ്കരിച്ചപ്പോൾ വീണ്ടും സംശയമായി, പിന്നെ മൂന്നാമത് നിസ്കരിച്ചു. വേറെ പണിയൊന്നുമില്ല ഇവിടെ. അപ്പൊ അതൊക്കെ നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഗൾഫിലുള്ള ഉസ്താദന്മാരോ മൈക്കയിലേക്ക് വരികയോ അല്ലെങ്കിൽ പറ്റാവുന്ന റെക്കോർഡ് വെച്ച് മൈക്കയെ സജീവമാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.